Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 7 ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ 7 എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ചാപ്റ്റർ 7 കവർ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് 4 സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് പഠിക്കാനുണ്ട്. S700 സീരീസ് വരുന്ന സ്റ്റാൻഡേർഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ, അസ്യൂമിങ് യു ആർ എൻ ഓഡിറ്റർ ഹു ഹാസ് കംപ്ലീറ്റഡ് ദ ഓഡിറ്റ് ഫീൽഡ് വർക്ക്, യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇഷ്യൂയിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ എന്താണ്, നമ്മളൊരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമ്മളൊരു ഓഡിറ്റർ ആണെങ്കിൽ നമ്മളെന്താണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യലാണ്. This report is a final product of the audit work and the most significant deliverable for a statutory audit. അപ്പോൾ എന്താണ്, നമ്മൾ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി, ഒരു ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവും ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്, ഓഡിറ്റ് റിപ്പോർട്ട് ഡെലിവർ ചെയ്യൽ. സോ നമ്മളുടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് എന്ത്, ഓഡിറ്റിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, an audit report serve as a crucial communication tool. അതൊരു ക്രൂഷ്യൽ കമ്മ്യൂണിക്കേഷൻ ടൂളാണ്, റിഫ്ലക്റ്റിംഗ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് വ്യൂ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റിംഗ് ദെയർ ക്രെഡിബിലിറ്റി. അപ്പോൾ എന്താണ്, ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് വെച്ചാൽ ഓഡിറ്ററിൻ്റെ ഒരു എക്സ്പേർട്ട് വ്യൂ. ഓഡിറ്റർ എന്താണ്, ഒരു എക്സ്പേർട്ടാണ്, CA CA ക്വാളിഫൈഡ് ആയ വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓഡിറ്റർ എന്താണ്, ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ്, അങ്ങനത്തെ ഒരു എക്സ്പേർട്ടാണ് ഓഡിറ്റർ. സോ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓഡിറ്റർ ഒരു എക്സ്പേർട്ട് വ്യൂ കൊടുക്കുകയാണ്. ആ എക്സ്പേർട്ട് വ്യൂ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് എന്ത്, ഓഡിറ്റ് റിപ്പോർട്ട്. ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റിംഗ് ദർ ക്രെഡിബിലിറ്റി. അതേമാതിരി തന്നെ നമ്മളുടെ റിപ്പോർട്ട് നമ്മൾ എന്തും ചെയ്യും, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒപ്പീനിയനും നമ്മൾ എക്സ്പ്രസ് ചെയ്യും. സോ ആ ഒപ്പീനിയൻ്റെ ബേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും അതിനെ എഫക്റ്റ് ചെയ്യും. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കും, അത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എന്ന് വെച്ചാൽ നല്ല പ്രോഫിറ്റും നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലായി. അതിന് കൂടെ തന്നെ ഓഡിറ്റർ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറാണ്, ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ളൊരു കമൻറ്റും കൂടി, ഒരു ഒപ്പീനിയൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി കൂടും. ഓക്കെ, ബൈ എക്സ്പ്രസിങ് an opinion in the audit report, the auditor assumes considerable responsibilities as many stakeholders rely on the financial statements and the auditor's opinion. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഓഡിറ്റർ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെയുള്ള ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനും, ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ എവിടെയാണ് ഉണ്ടാവുക, ഓഡിറ്റ് റിപ്പോർട്ടാണ് ഉണ്ടാവുക. സോ ഈ രണ്ട് കാര്യങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. പല അവരുടെ ഡിസിഷൻ മേക്കിങ്സിന് വേണ്ടിയിട്ട് അവർ റിലൈ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് അത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഓഡിറ്റർ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ഓഡിറ്റർ ഒപ്പീനിയൻ, ദെയർഫോർ ദ ഓഡിറ്റർ മസ്റ്റ് ബി കെയർഫുൾ, വിജിലൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻ പ്രിപ്പയറിംഗ് ദ റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഓഡിറ്റർ എന്തായിരിക്കണം, കെയർഫുൾ ആയിരിക്കണം, വിജിലൻ്റ് ആയിരിക്കണം, അതേമാതിരി തന്നെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദ ഓഡിറ്റർ ഷുഡ് strive to adhere to the reporting requirements set by the standards on auditing to ensure uniformity in the issuance of an audit opinion. ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എസ് ഫോളോ ചെയ്യുന്നുണ്ടോ, SIs ഫോളോ ചെയ്തിട്ടാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്തതും അതേമാതിരി തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതും എന്നുള്ള കാര്യം ഓഡിറ്റർ എന്തായാലും ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. ഈ കാര്യത്തിൽ ഓഡിറ്റർ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ബേസിലാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ക്രെഡിബിലിറ്റിയും കിടക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് അതേമാതിരി തന്നെ ലീഗൽ റിക്വയർമെൻറ്റ് ഫോളോ ചെയ്തിട്ടാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതും അതേമാതിരി തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതും എന്നുള്ള കാര്യം
ഉറപ്പ് വരുത്തണം ആര്? ഓഡിറ്റർ. സോ ഇതാണ് നമ്മളുടെ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ. The auditor's report on financial statement. Okay. The essay series focus on the auditor's report issued by the auditor. അപ്പോൾ essay series സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 700 സീരീസ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ബിലോ ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ടു നോ. അപ്പോൾ essay സീരീസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് 700, 701, 705 ആൻഡ് 706. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നും എന്താണ് ഒരു സമ്മറി ആയിട്ട് നോക്കാം. ഈ ഓരോ സ്റ്റാൻഡേർഡ്സും നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ 700 ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുക. അടുത്ത പാർട്ടിൽ നമ്മൾ 701, ദെൻ നെക്സ്റ്റ് 705 ആൻഡ് 706. അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് essay 700. essay 700ൻ്റെ പേരാണ് ഫോമിംഗ് ആൻ ഒപ്പീനിയൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതും അതേമാതിരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ആണ് 700 സീരീസിൽ പറയുന്നത്. ദിസ് സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് ഈസ് അബൌട്ട് ഫോമിംഗ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് ദ ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കൊടുക്കും വേണം. ആ ഒരു റിപ്പോർട്ടിൻ്റെ ഫോമും കണ്ടൻറ്റും അതിനെക്കുറിച്ചിട്ടും എന്താണ് essay 700 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളൊരു റിപ്പോർട്ട് വേണ്ടത്, അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം 700 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് സ്പെസിഫിക്കലി അഡ്രസ്സസ് ആൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഓഫ് ദ ഓഡിറ്റർ. അപ്പോൾ ഈ ഒരു 700 എന്താണ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്. അൺമോഡിഫൈഡ് ഒപ്പീനിയനെ കുറിച്ചാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മൾ ഇൻ്ററിൽ പഠിച്ചതാണ് അൺമോഡിഫൈഡ് മോഡിഫൈഡ് ഒപ്പീനിയനെ കൂടെ ഇൻ്ററിൽ പഠിച്ചതാണ്. സോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഫെയർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. അല്ല എല്ലാം ഓക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ രീതിയിലും എന്താണ് ഓക്കെ ആണെങ്കിൽ നമ്മൾ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. എന്ന് വെച്ചാൽ യാതൊരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ രീതിയിൽ നമ്മൾ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. അൺമോഡിഫൈഡ് ഒപ്പീനിയനാണ് essay 700 സീരീസ് ഡീൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു പ്രശ്നമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും essay 700 എന്തെന്നില്ല ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നമ്മളൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത്. അതേമാതിരി തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമും കണ്ടൻറ്റും അതിനെക്കുറിച്ചും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ മാത്രമാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. മോഡിഫൈഡ് ഒപ്പീനിയൻ ഇതിൽ പറയുന്നില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡാണ് essay 701, കമ്മ്യൂണിക്കേറ്റിംഗ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ കീ ഓഡിറ്റ് മാറ്റേഴ്സ് നമുക്കെന്താണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കീ മാറ്റേഴ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മളെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതെന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമോ ഒരു ഗുണമോ ഒന്നുമല്ല, അവരറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ കീ ഓഡിറ്റ് മാറ്റേഴ്സ്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് സ്റ്റാൻഡേർഡാണ് essay 701. ദിസ് സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് എയിംസ് ടു എൻഹാൻസ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ബൈ പ്രൊവൈഡിങ് ട്രാൻസ്പെറൻസി അബൌട്ട് ദ ഓഡിറ്റ് പെർഫോമൻസ്. അപ്പോൾ ഓഡിറ്റ് പെർഫോമൻസിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ വളരെ സുതാര്യമാണ്. നമ്മളുടെ പെർഫോമൻസ് എല്ലാവരും അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് വാങ്ങിയിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ എല്ലാവരും അറിയിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽസാണ്. അതാണ് ഈ ഒരു essay 701 ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഫ്രം ദ ഓഡിറ്റേഴ്സ് പെർസ്പെക്റ്റീവ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ്. ഇപ്പോൾ ഓഡിറ്ററിൻ്റെ പെർസ്പെക്റ്റീവ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓഡിറ്ററിന് തോന്നിയ കാര്യങ്ങൾ യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു കീ ഓഡിറ്റ് മാറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. സോ അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് തരുന്ന സ്റ്റാൻഡേർഡാണ് essay 701. ദെൻ essay 705,
മോഡിഫിക്കേഷൻ ടു ദ ഒപ്പീനിയൻ ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു SA-700 എന്താണ്, അൺമോഡിഫൈഡ് ഒപ്പീനിയനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോഡിഫൈഡ് ഒപ്പീനിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് SA-705. This essay is for issuing an appropriate auditor's report when modification of the audit opinion is necessary. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ അബദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ആവുന്ന സ്റ്റാൻഡേർഡാണ് SA-705. ഇറ്റ് അഡ്രസ്സസ് ദ റിവൈസ്ഡ് ഫോം ആൻഡ് കണ്ടൻറ്റ് വെൻ ഒപ്പീനിയൻ ഈസ് മോഡിഫൈഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ പറയുന്നത്, നമ്മൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമും കണ്ടൻറ്റും നമ്മൾ SA-700 പറഞ്ഞു. പക്ഷേ അതിലെന്ത് മാത്രമേ പറയുന്നുള്ളൂ, അൺമോഡിഫൈഡ് ഒപ്പീനിയനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒപ്പീനിയൻ മോഡിഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് മാറും, നമ്മളുടെ ഫോമും കണ്ടൻറ്റിലും മാറ്റം വരും. ആ ഒരു ഫോമിലും കണ്ടൻറ്റിലും വരുന്ന ഒരു മാറ്റം കൂടി എന്തിൽ പറയുന്നുണ്ട്, SA-705 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ SA-706 emphasis of matter paragraph and other matter paragraphs in the independent auditors report. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാറ്റേഴ്സാണ്. ഓക്കെ, ഇതെന്തൊക്കെയാണ്, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്താണ്, അതേമാതിരി തന്നെ അതർ മാറ്റർ പാരഗ്രാഫ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഇൻ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ SA-706 നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. സോ this standard draws attention to the matters that are fundamental for understanding the financial statements or are relevant but not disclosed. അപ്പോൾ എന്താണ്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിലവൻ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ചിലത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണെന്ത് ഈ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫും അതർ മാറ്റർ പാരഗ്രാഫും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് SA-706 നോക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്. സോ ഈ മാറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് SA-706. സോ ഇതാണെന്ത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ റിപ്പോർട്ടിംഗ് ചാപ്റ്റർ 7 റിപ്പോർട്ടിങ്ങിൽ നമ്മൾ നോക്കുന്ന 4 സ്റ്റാൻഡേർഡ്സ് 700, 701, 705 ആൻഡ് 706. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സ്റ്റാൻഡേർഡാണ് SA-700 ഫോമിങ് ആൻ ഒപ്പീനിയൻ. എന്താ അതിൻ്റെ പേര്, ഫോമിങ് ഒപ്പീനിയൻ. നമ്മളൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുകയാണ്. ആൻഡ് റിപ്പോർട്ടിങ്, ഒരു ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യാണ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് വെച്ചാൽ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നു, അതേമാതിരി തന്നെ റിപ്പോർട്ടും നമ്മൾ ചെയ്യുന്നു, റിപ്പോർട്ടിങ്ങും നടത്തുന്നു. സോ ഫോമിങ് ആൻ ഒപ്പീനിയൻ ആൻഡ് റിപ്പോർട്ടിങ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ആ പേര് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ്, ദിസ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ഫോം ആൻ ഒപ്പീനിയൻ. ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ ഓഡിറ്റർ റെസ്പോൺസിബിൾ ആണ്. ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് ഈ SA-700 ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്ലൈൻസ് ദ ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഓഡിറ്റിന് ശേഷം, ആഫ്റ്റർ ഓഡിറ്റിന് ശേഷം നമ്മൾ എന്താണ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമും കണ്ടൻറ്റും കൂടി എന്താണ് ഈ SA-700 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടി ഞാൻ തരുന്നുണ്ട്. ഈ ഓരോ ടോപ്പിക് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്താണ്, ഓരോ ടോപ്പിക്കുകൾ കഴിയുമ്പോഴും ചിലപ്പം ചില ഇതിൽ നമ്മളുടെ ഇല്ലസ്ട്രേഷൻസും അല്ലെങ്കിൽ ടെസ്റ്റ് യുവർ നോളജൊക്കെ നമുക്ക് തരലുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് തരലുണ്ട്. സോ ഇവിടെ അതേമാതിരി തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഓരോ സ്റ്റഡി മെറ്റീരിയലുള്ള അതേ ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ തരുന്നതല്ല, അതിൻ്റെ ഒരു ലിങ്ക്, അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് തരും. അതിലെങ്ങനെയാണ് ഉണ്ടാകുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാം. വായിച്ചതിന് ശേഷം സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണോ ആൻസർ ഉള്ളത്, നമുക്കറിയാം സ്റ്റഡി മെറ്റീരിയലത്തെ ആൻസറാണ് നമ്മളുടെ ആൻസർ കീ. സോ സ്റ്റഡി മെറ്റീരിയലുള്ള എങ്ങനെയാണോ ആൻസർ ഉള്ളത് ആ ആൻസർ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ആൻസറിൽ ഓരോ കീ പോയിൻറ്റുകളിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, ശരിയാണെങ്കിൽ അത് ഗ്രീനായിട്ട് കാണിക്കും, തെറ്റാണെങ്കിൽ റെഡായിട്ട് കാണിക്കും. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണോ ആ ഒരു പോയിൻ്റ്, ആ ഒരു ചോദ്യത്തിൻ്റെ ആ ഒരു സബ് ക്വസ്റ്റ്യൻ്റെ പെർട്ടിക്കുലർ പോയിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലുള്ളത് അതും കൂടി ഡിസ്പ്ലേ ചെയ്യും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മളൊരു ഓപ്ഷൻസ്, ഇപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരു 1 വേർഡ് ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ
ആ ഒരു വൺ വേർഡ് ഓപ്ഷൻ്റെ ഡീറ്റെയിൽഡ് എങ്ങനെയാണോ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡീറ്റെയിൽസും കൂടി എന്താണ് ഇതിൽ കൊടുക്കും. നമ്മൾ ഒരു നെറേറ്റീവ് മാതിരി കൊടുക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റിലുള്ള ചോദ്യം ചോദിക്കും, നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അങ്ങനെ എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യനും ആൻസറും നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ സഹായിക്കും. സോ എങ്ങനെയാണോ സ്റ്റഡി മെറ്റീരിയലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ആൻസർ ചെറിയ ക്വസ്റ്റ്യനോ വലിയ ക്വസ്റ്റ്യനോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണോ അത് വരുന്നത് അത് നമുക്ക് അങ്ങനത്തെ രീതിയിൽ പഠിക്കാൻ സഹായിക്കും. സോ ഓരോ പോയിന്റിനും ഓരോ സബ് ക്വസ്റ്റ്യനും ഓരോ പോയിന്റ് വെച്ചിട്ടും ഒരു സബ് ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ മൈനസ് പോയിൻ്റ് ആയിട്ടാണ് വരിക. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് എന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതെന്നും ഉള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു ആൻസർ കീ, ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഏത് ടോപ്പിക്കിന് ശേഷമാണോ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ ടെസ്റ്റ് ഓഫ് നോളജ് വരുന്നത്, ടെസ്റ്റ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്, അതേമാതിരിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ മാത്രമല്ല ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, സോ റിപ്പോർട്ടിംഗ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റർ ആസ് പെർ SA 700 SA 700 പ്രകാരം ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് റിപ്പോർട്ടിങ്ങിലുള്ളത്? ടു ഫോം ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ എവിഡൻസ് ഒബ്റ്റെയിൻ. നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള എവിഡൻസ്, നമ്മളുടെ കയ്യിലുള്ള എവിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊരു ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്യുക. അതാണ് ഓഡിറ്ററിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആസ് പെർ SA 700. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു എക്സ്പ്രസ് ദാറ്റ് ഒപ്പീനിയൻ ക്ലിയർലി ഇൻ എ റിട്ടൺ റിപ്പോർട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ഒപ്പീനിയൻ നമ്മളെന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് ക്ലിയർ ആയ രീതിയിൽ നമ്മൾ എഴുതി ആ റിപ്പോർട്ട് നമ്മളെന്താണ് നമ്മളുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ മാനേജ്മെൻറ്റിന് നമ്മൾ ഇഷ്യൂ ചെയ്യുക. സോ ഈ രണ്ട് ഒപ്പീനിയനാണ്. എന്താണോ നമ്മളുടെ SA 700ൻ്റെ പേര്, ഫോമിങ് ആൻ ഒപ്പീനിയൻ, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ആൻഡ് റിപ്പോർട്ടിംഗ്, അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, പർപ്പസ്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത്? ദ പർപ്പസ്. SA 700 അപ്ലൈസ് ടു ഓഡിറ്റ്സ് ഓഫ് കംപ്ലീറ്റ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് SA 700 അപ്ലൈ ആവുന്നതാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റർ വന്നിട്ട് അത് ഒപ്പീനിയൻ ഫോമും ചെയ്യണം, അതേമാതിരി തന്നെ അതിന് റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ബാലൻസസ് ദ നീഡ് ഫോർ കൺസിസ്റ്റൻറ്റ് ഓഡിറ്റർ റിപ്പോർട്ടിംഗ് ഗ്ലോബലി വിത്ത് ദ നീഡ് ഫോർ റിലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ യൂസേഴ്സ്. അപ്പോൾ റിപ്പോർട്ട്, ഓഡിറ്റർ ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ട് എന്തായിരിക്കണം? അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്ന ആ ഒരു ഫോമും കണ്ടൻറ്റും ഒരാൾ ഒരു റിപ്പോർട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവണം ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് കിട്ടണം. ഒരാൾ ഒരു രീതിയിലും ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാം, മറ്റൊരാൾ വേറെ രീതിയിൽ ഇഷ്യൂ ആണെങ്കിൽ എന്താണ് അവിടെ ആ ഒരു റിപ്പോർട്ടിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് അത് പോവുക. സോ നമ്മൾ ഏതൊരു ഇപ്പോൾ ആക്ട്, നമ്മളൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ആക്ട് ഇഷ്യൂ ആണെങ്കിൽ എന്താണ് അവർക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ആക്ട് ഇഷ്യൂ ചെയ്യാൻ സ്ട്രക്ചർ ഉണ്ടാവും. സോ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്, അത് റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് പുതിയൊരു ആക്റ്റോ അല്ലെങ്കിൽ പുതിയൊരു പ്രൊവിഷൻസോ കൊണ്ടുവരുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാൻ കുറച്ച് സുഖമായിരിക്കും. ഓരോ പ്രാവശ്യം വേറെ രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ എന്താണ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടും അതേമാതിരി തന്നെ എല്ലാ ഓഡിറ്റേഴ്സും ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ടിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് SA 700 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ്, ആ ഒരു സ്ട്രക്ചർ പ്രകാരം വേണം അത് ബിൽഡ് ചെയ്യാൻ. സോ ഒരു നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു കൺസിസ്റ്റൻസിക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ SA 700 ഫോളോ ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് ഗ്ലോബലി വിത്ത് ദ നീഡ് ഫോർ റിലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ ദ യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സിന് എന്താണ് റിലവൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്താണ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ക്രെഡിബിലിറ്റി ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഹെൽപ്സ് യൂസേഴ്സ് ഐഡൻറ്റിഫൈ അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിബിലിറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിബിലിറ്റി കൂട്ടാനും പ്രൊമോട്ട് ചെയ്യാനും അതേമാതിരി തന്നെ യൂസേഴ്സിന് എന്താണ് അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസ് ഐഡൻറ്റിഫൈ ചെയ്യാനും എന്ത് സഹായിക്കും? ഈ ഒരു SA 700 ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ പർപ്പസ്. ഒന്നെന്ന് വെച്ചാൽ ഇത് എല്ലാ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മറ്റൊരു പർപ്പസ് എന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും, കൺസിസ്റ്റൻറ്റ് റിപ്പോർട്ടിംഗ് ഇഷ്യൂ ചെയ്യാനും, കൺസിസ്റ്റൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാനും, അതേമാതിരി തന്നെ യൂസേഴ്സിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും SA 700 നമ്മൾ യൂസ് ചെയ്യും. ദെൻ ഇതെന്താ ചെയ്യുന്നത്? നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിബിലിറ്റി പ്രൊമോട്ട് ചെയ്യും. എവിടെ? ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ. അതേമാതിരി തന്നെ യൂസേഴ്സിന് അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ
forming an opinion on the financial statements. So, the auditor must form an opinion on whether the financial statements are prepared in accordance with the applicable financial reporting framework. അപ്പോൾ ഓഡിറ്റർ എന്ത് ഒപ്പീനിയനാണ് ഫോം ചെയ്യേണ്ടത്? ഓഡിറ്റർ മസ്റ്റ് ഫോം എൻ ഒപ്പീനിയൻ എന്തിനെ കുറിച്ചിട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോളോ ചെയ്തിട്ടാണോ പ്രിപ്പയർ ചെയ്തത്? പ്രിപ്പയർഡ് ഇൻ അക്കൗണ്ട്സ് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്? ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയല്ല ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമല്ല ചെയ്തതെങ്കിൽ മോഡിഫൈഡ് ഒപ്പീനിയനും, ഇത് ഫോളോ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയനാണ് ഓഡിറ്റർ കൊടുക്കുക. ടു ഡൂ ദിസ് ഈ ഒരു അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ ഓഡിറ്റർ എന്ത് ചെയ്യണം? ടു ഡൂ ദിസ് ദ ഓഡിറ്റർ മസ്റ്റ് ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ്. നമ്മളുടെ ഓഡിറ്റിങ്ങിൽ നമുക്ക് എന്തില്ല, ഒരു ആബ്സല്യൂട്ട് അഷ്വറൻസ് നമ്മൾ കൊടുക്കില്ല. ഓക്കെ, നമ്മളിപ്പോൾ പല ഇൻവെസ്റ്റിഗേഷനിലായിക്കോട്ടെ, പോലീസ് ഇൻവെസ്റ്റിഗേഷനിലായിക്കോട്ടെ, അവിടെയൊക്കെ എന്താണ്, അവിടെയൊക്കെ ആബ്സല്യൂട്ട് അഷ്വറൻസ് വേണം. അപ്പോൾ കോടതിയിൽ നമ്മൾ നേരിൽ സിനിമ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ്, അവിടെയൊക്കെ ഒരാൾ പ്രതിയാണെന്നൊരു പറഞ്ഞാൽ പോലും, സാഹചര്യ തെളിവുണ്ടെങ്കിൽ പോലും അയാൾ പ്രതിയാണെന്നുള്ള കാര്യം ആബ്സല്യൂട്ടായിട്ട് പ്രൂവ് ചെയ്യണം? കോടതിക്ക് മുമ്പാകെ പ്രൂവ് ചെയ്യണം. ഇവിടെ എന്തില്ല, ഇവിടെ ഓഡിറ്റർ ഓഡിറ്റർ ജസ്റ്റ് ഒരു ഒപ്പീനിയനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തിനെ കുറിച്ചിട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. അല്ലാതെ ഓഡിറ്റർ എന്തിന് വരില്ല? ഇൻവെസ്റ്റിഗേഷന് ഓഡിറ്റർ വരില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഓഡിറ്റിൽ ഉള്ളൂ, റീസണബിൾ അഷുറൻസേ ഉള്ളൂ. സോ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ മസ്റ്റ് ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ്. എന്തിനെ കുറിച്ചിട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു എറർ ഓർ ഫ്രോഡ്. അപ്പോൾ എററോ അല്ലെങ്കിൽ ഫ്രോഡോ കാരണം എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഈ കാര്യം ഓഡിറ്റർ നോക്കണം. ഇതിനെക്കുറിച്ചൊരു റീസണബിൾ അഷുറൻസ്, നോട്ട് ആബ്സല്യൂട്ട്, റീസണബിൾ അഷുറൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എററും ഇല്ല, ഫ്രോഡും ഇല്ല എന്നുള്ള കാര്യം, അതിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഫ്രോഡ് എറർ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഒരു റീസണബിൾ അഷുറൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് പ്രകാരമാണോ ഈ FS ഉള്ളത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു ഒപ്പീനിയൻ ഓഡിറ്ററിന് കൊടുക്കാൻ പറ്റുള്ളൂ. ദ ഓഡിറ്റർ ഇവാലുവേറ്റ്സ് ദ ഓവറോൾ പ്രസൻറ്റേഷൻ, സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ FS. അപ്പോൾ FSൻ്റെ പ്രസൻറ്റേഷനും സ്ട്രക്ചറും കണ്ടൻറ്റും ഓഡിറ്റർ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. Then the auditor checks if the financial statement represent the underlying transaction and events. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നുള്ള ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയും അതിനെ കറക്റ്റായ രീതിയിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ടോ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഞാൻ ഒരാളെ കഴിഞ്ഞൊരു സാധനം വാങ്ങി, സോ ഒരു പർച്ചേസ് ആണത്. ആ പർച്ചേസിനെ അതേ വാല്യൂവിൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഞാനുള്ള സാധനം വാങ്ങി, 100 രൂപക്ക് സാധനം വാങ്ങി, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 1000 രൂപയാക്കി കാണിച്ചിട്ട് പ്രോഫിറ്റ് കുറയ്ക്കുന്നുണ്ടോ? സോ ആ ഒരു ട്രാൻസാക്ഷൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ 2 കാര്യങ്ങൾ ഓഡിറ്റർ നോക്കണം എന്തിനു വേണ്ടിയിട്ട്? ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി. ഒന്നെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റേഷൻ, സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ട്രാൻസാക്ഷൻസും ഇവൻസും അതിൻ്റെ കറക്റ്റായ റെപ്രസെൻറ്റേഷനിലാണോ ഉള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ. An unmodified opinion is expressed when the auditor concludes that the financial statements are in accordance with the applicable financial reporting framework. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞാൽ തന്നെ ഈ ഒരു സാധനം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഓഡിറ്റർ കൊടുക്കുക? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യുക. ബേസിക് എലമെൻറ്റ്സ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലെ ബേസിക് എലമെൻറ്റ്സ് ആണ് നമ്മൾക്ക് മെയിനായിട്ട് SA 700 പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് വെച്ചാൽ ഇതാണ്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഇതെന്താണ്? SA 700 നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ 700 തരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ആ ഒരു കണ്ടൻറ്റ് എന്തൊക്കെയാണോ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണ്ടത്, ആ കണ്ടൻറ്റുകളാണിത്. ഇത് കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് പേജിന് വരുന്നുണ്ട്. സോ ഇതാണ് SA 700 മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഓക്കെ. സോ according to SA 700, the auditor's report must be written and include the following elements. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കണം? ഓറൽ ആവാൻ പാടില്ല, റിട്ടൺ ആയിരിക്കണം. നമ്മളെന്താണ് ഫൈനൽ പഠിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്ക് എന്താ അറിയാം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എവിടെയും നമ്മൾ എന്താണ് വാക്കാൽ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കാറില്ല, എപ്പോഴും എഴുതിയേ കൊടുക്കാറുള്ളൂ. സോ അത് നമുക്കറിയാം. റിട്ടൺ ആയിരിക്കണം.
അതേമാതിരി തന്നെ താഴെ പറയുന്ന കണ്ടൻറ്റുകൾ എന്തിൽ വേണം? ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ടൈറ്റിൽ. എന്ത് വേണം? നമ്മളൊരു സാധനം റിപ്പോർട്ട് കൊടുക്കുകയാണ്, എന്ത് റിപ്പോർട്ടോ ആയിക്കോട്ടെ, ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ടോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടോ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് വേണം? അതിൻ്റെ മുകളിൽ അതിൻ്റെ പേര് വേണം. എങ്കിലേ ഒരാൾക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ ഓക്കെ ഇത് ഈ റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് വേണ്ട സാധനമാണ് ടൈറ്റിൽ. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്. സോ അങ്ങനത്തെ ഒരു ടൈറ്റിൽ എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ടിന് വേണം. അതാണ് ഫസ്റ്റ് വേണ്ട കാര്യം. അത് എന്തായാലും എല്ലാത്തിനും മാൻഡേറ്ററി ആണ്. അതൊരു ഗ്ലോബലി എന്താ പറയുക അപ്രൂവ് ചെയ്തൊരു സ്റ്റാൻഡേർഡാണ്. അത് എല്ലാത്തിനും ഒരു ടൈറ്റിൽ വേണമെന്നില്ല അത്. ദെൻ അഡ്രസ്സി. ആരാണിത് പ്രിപ്പയർ ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റുകളാണിത്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഓഡിറ്ററാണ് പ്രിപ്പയർ ചെയ്യുക. സോ ഓഡിറ്റർ ആരാണ്? അഡ്രസ്സറാണ്. അപ്പോൾ അഡ്രസ്സി ആരായിരിക്കും? നമ്മളുടെ ക്ലയൻ്റാണ്. സോ നമ്മളുടെ ഏത് സ്ഥാപനത്തെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത് ആ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യണം. സോ അഡ്രസ്സി. അതിനുശേഷം നമ്മൾ ടൈറ്റിലും നമ്മൾ അഡ്രസ്സിനും നമ്മൾ മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഓഡിറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് എന്ത്? എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ. ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ എന്താണ്? നല്ലതാണോ ചീത്തതാണോ, മോഡിഫൈഡ് ആണോ അൺമോഡിഫൈഡ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. ദെൻ ബേസിസ് ഫോർ ദ ഒപ്പീനിയൻ. ഈ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങളുടെ പിൻബലത്തിലാണ് ഈ ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നത് അത് ഓഡിറ്റർ പറയണം. ഓഡിറ്ററിന് വെറുതെ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റില്ല. എന്തിൻ്റെയൊക്കെ ബേസിലാണോ ഈ ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അപ്പോൾ 4 കാര്യങ്ങൾ കഴിഞ്ഞ് ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമുക്ക് എന്തായാലും എന്ത് വേണം? ടൈറ്റിൽ വേണം, യാതൊരു കോംപ്രമൈസും ഇല്ല. അതിനുശേഷം നമുക്ക് എന്ത് വേണം? നമ്മൾ അഡ്രസ്സി. ഓഡിറ്റർ ആരാണ്? അഡ്രസ്സർ. സോ നമ്മൾ അഡ്രസ്സിനെ കുറിച്ച് നമ്മളുടെ ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുവെച്ചാൽ നമ്മൾ ഏതൊരു സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കാൻ പോകുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേര്. അതിനുശേഷം നമ്മൾ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെ നമ്മൾ മൂന്നാമതായിട്ട് കൊടുക്കുന്നു, ഓഡിറ്റേഴ്സിൻ്റെ ഒപ്പീനിയൻ. അതിനുശേഷം ആ ഒപ്പീനിയൻ നമ്മൾ എന്ത് ബേസിലാണോ കൊടുത്തിട്ടുള്ളത് അത്. ദെൻ ഗോയിങ് കൺസേൺ. നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനം ഇനിയും കുറേ കാലം ഓടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഒപ്പീനിയൻ പറയണം. ഗോയിങ് കൺസേണിനെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ ഓഡിറ്റർ പറയണം. അതിനുശേഷം SA 701 കീ ഓഡിറ്റ് മാറ്റേഴ്സ്. ഓഡിറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റർ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? യൂസേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ആ മാറ്റേഴ്സ് എന്താണ്? കീ ഓഡിറ്റ് മാറ്റേഴ്സിൻ്റെ രൂപത്തിൽ നമ്മളിവിടെ കൊടുക്കണം, ഈ ഒരു ഏരിയയിൽ കൊടുക്കണം. സോ ഇപ്പോൾ എത്ര എണ്ണം കഴിഞ്ഞു? ഇപ്പോൾ 6 കണ്ടൻറ്റുകളാണ് കഴിഞ്ഞത്. ഒന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈറ്റിൽ വേണം, പിന്നെ അഡ്രസ്സി, ദെൻ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ, പിന്നെ അതിൻ്റെ ബേസിസ് നമ്മൾ എന്ത് ബേസിലാണോ ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഗോയിങ് കൺസേൺ. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഓഡിറ്റ് നടത്തി കഴിഞ്ഞു, ഇനി നമ്മളുടെ ഒപ്പീനിയൻ എന്താണ്? അത് ഇനി കുറച്ചും കൂടി ഓടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനെന്താണ്? കീ ഓഡിറ്റ് മാറ്റേഴ്സും നമ്മൾ കൊടുത്തു. ദെൻ അതർ ഇൻഫർമേഷൻ. മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി കൊടുക്കണം. അതിനുശേഷം ഈ അതർ ഇൻഫർമേഷൻസിലാണ് നമ്മളുടെ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫും അല്ലെങ്കിൽ അതർ മാറ്റർ പാരഗ്രാഫൊക്കെ വരുന്നത്. ഓക്കെ. ദെൻ റെസ്പോൺസിബിലിറ്റി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു കാര്യം നമ്മൾ എന്താണ് ഡിസ്ക്ലെയിമറായിട്ട് കൊടുക്കണം. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്കല്ല? ഓഡിറ്ററിനല്ല, മാനേജ്മെൻറ്റിനാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. സോ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്താണ് ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. സോ ഓഡിറ്റർ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർ മെൻഷൻ ചെയ്യണം. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ഉള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മാനേജ്മെൻറ്റിനാണ്. അതിനുശേഷം ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു, അത് ഓഡിറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ഓഡിറ്ററിനാണ്. ആ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഓഡിറ്റർ മെൻഷൻ ചെയ്യണം. ദെൻ ലൊക്കേഷൻ ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി, അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യണം. ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ഓഡിറ്റർ, പ്ലേസ് ഓഫ് സിഗ്നേച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ പിന്നുള്ള ബാക്കിയുള്ള 3 കാര്യം നമ്മളൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ലെറ്റർ അയക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കേണ്ട സാധനങ്ങൾ എന്ത്? ഫസ്റ്റ് നമ്മൾ സിഗ്നേച്ചർ നമ്മൾ സൈൻ ചെയ്യും, എന്നിട്ട് പ്ലേസ് ഓഫ് സിഗ്നേച്ചർ, പ്ലേസ് ഓഫ് സിഗ്നേച്ചർ ഉണ്ടോ? പ്ലേസ് ആണ്, പ്ലേസ്. ദെൻ ഡേറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഡേറ്റ് നമ്മൾ ഫസ്റ്റ് സൈൻ ചെയ്യും. ദെൻ എന്താണ്? നമ്മളുടെ പ്ലേസ്,
പ്ലേസ് കൊടുക്കും കാലിക്കറ്റ്, ദെൻ എന്താണ് നമ്മൾ ഡേറ്റ്, ആ ഡേറ്റ് നമ്മൾ എന്താണ് കൊടുക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് 3 ചെയ്യാൻ. അതിന് മുമ്പാകെ നമ്മൾ എന്താണ് അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി, ലൊക്കേഷൻ ഓഫ് ദ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ലൊക്കേഷൻ, ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്ന ലൊക്കേഷനാണ് പറയുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ്, ദെൻ അതർ ഇൻഫർമേഷൻ. ഇത്രയും കണ്ടൻറ്റുകളാണ്, ഇത്രയും എലമെൻറ്റുകളാണ് എന്തിൽ വരുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിൽ വരേണ്ട എലമെൻറ്റുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നും ഈ ഓരോ എലമെൻറ്റും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ടൈറ്റിൽ, So the auditor's report must title that clearly show it's from an independent audit. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നിന്നാണ് വന്നതെന്നുള്ള കാര്യം എന്താണ് ടൈറ്റിലിൽ തന്നെ അത് മെൻഷൻ ചെയ്യണം. ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഹെൽപ്സ് ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം അതർ റിപ്പോർട്ട്. അപ്പോൾ മറ്റ് റിപ്പോർട്ടിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കാൻ ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് മെൻഷൻ ചെയ്യണം, ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ള കാര്യം നമ്മൾ ടൈറ്റിലായിട്ട് എന്തായാലും നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. ഓക്കെ, സോ അതിൽ അത്രേ ഉള്ളൂ. നമ്മൾ ടൈറ്റിൽ കൊടുക്കുകയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. സോ അത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ അതിൽ. ദെൻ അപ്പോൾ നമ്മൾ അഡ്രസ്സിന് നമ്മൾ ആരെയാണ് മെൻഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻറ്റ്, നമ്മൾ ആരെയാണോ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് അവരെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ദ റിപ്പോർട്ട് ഷുഡ് ബി അഡ്രസ്ഡ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് ഈ ഒരു അഡ്രസ്സ് നമ്മൾ ആർക്കാണോ ഈ അഡ്രസ്സ് ചെയ്യുന്നത്, ഫ്രം ആരാണ്, ഓഡിറ്ററാണ്. ഈ ടു ആണ് എന്ത് ഈ ഒരു അഡ്രസ്സിൽ വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ആളാണല്ലോ നമ്മൾ അഡ്രസ്സിൽ വിളിക്കുക. സോ ആർക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്. സോ അഡ്രസ്സി ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ. ഫോർ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇറ്റ് മേ ബി ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനിക്കായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുക, അഡ്രസ്സി ആയിട്ട് കൊടുക്കുക. ഏത് സിറ്റുവേഷനിൽ, ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ. ആൻഡ് ഫോർ സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ എന്താണ് ആർക്കാണ്, ടു ദ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും നമ്മളിത് കൊടുക്കുക. ഓക്കെ, ജനറൽ ആണെങ്കിൽ നമ്മൾ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനിക്കും, സ്പെസിഫിക് ആണെങ്കിൽ സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടറിനും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അഡ്രസ്സി ആയിട്ട് നമ്മൾ കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ടൈറ്റിൽ ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, ദെൻ ഒന്നുകിൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ റിപ്പോർട്ട് ഇൻക്ലൂഡ്സ് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ വിത്ത് ദ ഹെഡിങ് ഒപ്പീനിയൻ. അപ്പോൾ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ടൈറ്റിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സി ആരെയാണോ നമ്മൾ ഓഡിറ്റ് ചെയ്തതിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കും. അതിന് ശേഷം നമ്മൾ എന്താണ് ഓഡിറ്റ് ഒപ്പീനിയൻ കൊടുക്കും. ദിസ് സെക്ഷൻ മസ്റ്റ്, അപ്പോൾ ഈ സെക്ഷൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ എൻറ്റിറ്റി ഹൂസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെർ ഓഡിറ്റഡ്. അപ്പോൾ നമ്മൾ ഏത് എൻറ്റിറ്റിൻ്റെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്, സപ്പോസ് ABC ലിമിറ്റഡിൻ്റെയാണ് നമ്മൾ ചെയ്തിരുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ABC ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്തതെന്ന് പറയും. ദെൻ സ്റ്റേറ്റ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ ഓഡിറ്റഡ്. നമ്മളത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താണ് നമ്മൾ ഏത് എൻറ്റിറ്റീൻ്റെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ മെൻഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ABC ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒപ്പീനിയൻ സെക്ഷനിൽ നമ്മൾ പറയും. ദെൻ ഐഡൻറ്റിഫൈ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുള്ള ഓരോ എലമെൻറ്റ് ലൈക്ക് ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണോ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും, അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ദെൻ റിഫർ ടു നോട്ട്സ് ഇൻക്ലൂഡിങ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസി. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസിനും നോട്ട്സിനും നമ്മൾ റിഫർ ചെയ്യും. ദെൻ സ്പെസിഫൈ ദ ഡേറ്റ് പീരീഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ 31 മാർച്ച് 2023-24 അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്ത ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഡേറ്റ് ഏത് ഡേറ്റഡാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഏത് എൻറ്റിറ്റീൻ്റെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ മെൻഷൻ ചെയ്യും ABC ലിമിറ്റഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് സ്റ്റേറ്റ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹാവ് ബീൻ ഓഡിറ്റഡ്, ഇത് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ
ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റ് പി ആൻഡ് എൽ അത് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ നോട്ട് റിഫർ ചെയ്യും. അതേമാതിരി തന്നെ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസും. ദെൻ നമ്മൾ എന്താണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൻ്റെ ആയിക്കോട്ടെ പി ആൻഡ് എൽ ആയിക്കോട്ടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡേറ്റ് അല്ലെങ്കിൽ പീരീഡ് നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമ്മൾ ഡേറ്റ് ആണ് പറയുക. കാരണം ആ ഒരു ഡേറ്റിൽ 31 മാർച്ച് 2020 ഒരു ഇയറിൽ എന്താണ് ആ ഡേറ്റിലുള്ള ബിസിനസ്സിൻ്റെ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് പറയുക. പി ആൻഡ് എൽ എന്താണ് പറയുക, ഒരു പീരീഡ് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയുള്ള പീരീഡിലുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് പി ആൻഡ് എൽ പറയുക. സോ ഡേറ്റും പീരീഡും നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇതാണ് നമ്മൾ ഒപ്പീനിയൻ സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്. ദെൻ ഇഫ് ദ ഓഡിറ്റർ എക്സ്പ്രസ് ആൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു SA-700 ഡീൽ ചെയ്യുന്നത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്. സോ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഒരു ഓഡിറ്റർ കൊടുക്കുകയാണെങ്കിൽ യൂസിങ് എ ഫെയർ റെപ്രസെൻറ്റേഷൻ ഫ്രെയിംവർക്ക് ദേ വിൽ സേ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ ഓഡിറ്റർ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുക? ഇൻ അവർ ഒപ്പീനിയൻ, ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിൽ ദ അക്കംപനിയിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ മോളിൽ എന്ത് ചെയ്തു, നമ്മൾ മോളിൽ ഏത് എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മെൻഷൻ ചെയ്തു, അതിൻ്റെ നോട്ട് നമ്മൾ റിഫർ ചെയ്തു. ദെൻ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡേറ്റും പീരീഡും നമ്മൾ സ്പെസിഫൈയും ചെയ്തു. ഇതിനൊക്കെ ശേഷം നമ്മളെന്ത് പറയും? ഇൻ അവർ ഒപ്പീനിയൻ, ഞങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഒപ്പീനിയനിൽ ദ അക്കംപനിയിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ഫെയർലി ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട്. അപ്പോൾ എല്ലാ മെറ്റീരിയൽ രീതിയിലും എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫെയർ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുക. എപ്പോൾ? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ ആസ് പെർ SA-700. For compliance framework, the opinion states that the financial statements are prepared in accordance with the relevant framework. അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചാൽ കംപ്ലയൻസ് ഫ്രെയിംവർക്ക്. അപ്പോൾ 2 ഫ്രെയിംവർക്ക് ഉള്ളത്. ഒന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കും പിന്നെ കംപ്ലയൻസ് ഫ്രെയിംവർക്കും. ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് കുറേ ട്രാൻസാക്ഷൻസും ഇവൻസിൻ്റെയും ഒരു റിഫ്ലക്ഷനാണ് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റ് നടന്നാൽ അത് റെക്കോർഡ് ചെയ്യലാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ അത് അതേ രീതിയിൽ അത് ഫെയർ ആയിട്ട് എന്ന് വെച്ചാൽ ആക്ച്വൽ ആയിട്ടുള്ള ആ ട്രാൻസാക്ഷനെയും ഇവൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡീറ്റെയിലാണ്, ആ ഒരു ഫോക്കസിലാണ് ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൂൾസിനെക്കാട്ടും നമ്മൾ പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ഫോം നമ്മൾ പറയുന്നത്. നമ്മൾ റൂളിനെക്കാട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു ആക്ച്വൽ ട്രാൻസാക്ഷൻ്റെ ഒരു റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ്. സോ അതാണ് ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്യുന്നത്. സോ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കിൻ്റെ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒപ്പീനിയൻ കൊടുക്കും. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫെയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. എന്ന് വെച്ചാൽ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കിനെയാണ്. നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, നമ്മളുടെ IFRS അങ്ങനെ നമ്മളുടെ സ്റ്റാൻഡേർഡ്, നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ്സ്. ദെൻ കംപ്ലയൻസ് ഫ്രെയിംവർക്കിലേക്ക് വരികയാണെങ്കിൽ അതൊരു റൂളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഏത് രീതിയിലാണ് ഒരു റൂൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇൻകം ടാക്സ് ആക്ടിൽ നമ്മുടെ ഡിപ്രിസിയേഷൻ നമ്മളോട് ഒരു സ്പെസിഫിക് പേഴ്സൻറ്റേജുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അതേമാതിരി തന്നെ ഇയറിൻ്റെ എന്ന് വെച്ചാൽ എത്ര പീരീഡിലാണ് ഒരു ഇയറിൽ അത് ഹോൾഡ് ചെയ്തത് എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ എന്താണ് ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു റൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള അവിടെ റൂൾ വന്നു, അവിടെ ഒരു കംപ്ലയൻസിൻ്റെ ഒരു പ്രൊസീജിയർ വന്നു. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ മാത്രമേ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയല്ല ഒരു പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു LLP ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഒന്നെങ്കിലും ഒരു LLP പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കൊരു കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ അവർക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു റൂൾ പ്രകാരം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീൻ്റെ ബേസിലും അവർക്ക് ഡിപ്രിസിയേഷൻ വേണമെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ യാതൊരു ഇഷ്യൂ ഇല്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പോ LLP ആകുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫിക്സഡ് അസറ്റിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവിടെ എന്ത് വരുന്നില്ല, അവിടെ കംപ്ലയൻസ് വരുന്നില്ല, അവിടെ എന്തേ വരുന്നുള്ളൂ? ഫെയർ പ്രസൻറ്റേഷനേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിലേക്കാക്കും? നമ്മളത്
IT ഡിപ്രിസിയേഷനിലേക്ക് ആക്കും. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ ഫെയർ പ്രസൻറ്റേഷന് വേണ്ടി നമ്മൾ കാണിക്കും. പക്ഷേ IT വരുന്ന സമയത്ത് നമ്മൾ എന്താക്കും, നമ്മൾ IT ആക്ട് പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. സോ അതാണ് ഒന്ന് കംപ്ലൈ ചെയ്യാനെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു നിയമം നമ്മളോട് പറഞ്ഞു ഇന്ന കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതാണ് കംപ്ലയൻസ് ഫ്രെയിംവർക്ക്. മറ്റേതെന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വൽ ഒരു പിക്ചർ തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്ക്. ഓക്കെ, സോ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം നമ്മൾ ഈ ഒരു ഒപ്പീനിയൻ കൊടുക്കും. കംപ്ലയൻസ് ഫ്രെയിംവർക്ക് പ്രകാരം ദ ഒപ്പീനിയൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡ്സ് വിത്ത് ദ റിലവൻറ്റ് ഫ്രെയിംവർക്ക്. ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ IT ആക്ടോ വാട്ട് കമ്പനീസ് ആക്ടോ ആ ഒരു റിലവൻറ്റ് ഫ്രെയിംവർക്ക് പ്രകാരമാണ് നമ്മളെന്ത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പറയും. ഇഫ് നോട്ട് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിലല്ല നമ്മൾ ഡിപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു ഒരു വേറെ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ ഒപ്പീനിയൻ മസ്റ്റ് മെൻഷൻ ദ ഒറിജിൻ ഓഫ് ദ ഫ്രെയിംവർക്ക്. ആ ഒരു ഫ്രെയിംവർക്കിൻ്റെ ഒറിജിൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ബേസിസ് ഫോർ ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഒപ്പീനിയൻ സെക്ഷന് താഴെയാണ് വരിക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ എലമെൻറ്റ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ഓഡിറ്ററിൻ്റെ ഒപ്പീനിയന് താഴെയാണ് എന്ത് വരിക, ബേസിസ് ഫോർ ഒപ്പീനിയൻ വരിക. ഇത് എന്താണ് ഇതിൽ പറയുന്നത്, നമ്മൾ ഒപ്പീനിയൻ കൊടുത്തു, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തു. ആ ഒപ്പീനിയൻ കൊടുത്തത് നമ്മൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ കൊടുത്തത് എന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക, എ സ്റ്റേറ്റ്മെൻറ്റ്സ് that the audit was conducted in accordance with the standards on auditing. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുത്തത്. ഫസ്റ്റ് നമ്മളത് പറഞ്ഞു. ദെൻ എ റിഫറൻസ് ടു ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ അണ്ടർ ദ SAS. അപ്പോൾ SAS പ്രകാരം ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുത്തത്. സോ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്താണ് ബേസിസ് ആയിട്ട് എടുത്തു. ദെൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് അക്കോർഡിംഗ് ടു ദ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് റിഫറിംഗ് ടു ദ ICA കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ ICA കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ടാണ് ആ ഒപ്പീനിയൻ കൊടുത്തത് എന്നും നമ്മൾ എന്താണ് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുത്തത്. രണ്ടാമത്തത് നമ്മളുടെ ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടാണ് ഒപ്പീനിയൻ കൊടുത്തത്. ദെൻ എത്തിക്കൽ റിക്വയർമെൻറ്റും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസും നമ്മളെന്താണ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ICA കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം ആ ഇൻഡിപെൻഡൻസും ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഒപ്പീനിയൻ കൊടുത്തത് എന്ന് നമ്മൾ പറയും. ദെൻ എ ഡിക്ലറേഷൻ ഓഫ് ദ സഫിഷ്യൻസി ഓഫ് ദ ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒപ്പീനിയൻ കൊടുക്കാനാണ് നമുക്ക് ആവശ്യത്തിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യും. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ബേസിസ് ഫോർ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തത് ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്തത്, നാലാമത്തത് എന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ബേസിസ് ഫോർ ഒപ്പീനിയൻ സെക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ഗോയിങ് കൺസേൺ. അപ്പോൾ ഗോയിങ് കൺസേൺ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇൻ്റർവ്യൂവിൽ കുറേ പഠിച്ചതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ എബിലിറ്റിയാണ് ഗോയിങ് കൺസേൺ. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ബിസിനസ് ഒരു ഫോസിയബിൾ ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ള ഒരു എബിലിറ്റിയാണ് ഗോയിങ് കൺസേൺ. സോ നമ്മൾ ഏബിളാണ് ഒരു കുറേ കാലത്തേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഏബിൾ ആണെങ്കിലാണ് ഗോയിങ് കൺസേൺ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുക. സോ ഒരു ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഗോയിങ് കൺസേണിൻ്റെ റിലേറ്റഡ് ആയിട്ട്, ദ ഓഡിറ്റർ മസ്റ്റ് റിപ്പോർട്ട് ഓൺ ഗോയിങ് കൺസേൺ അക്കോർഡിംഗ് ടു SA 570. അപ്പോൾ SA 570 ആണ് ഗോയിങ് കൺസേൺ ഡീൽ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. നമ്മൾ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ SA 570 പ്രകാരമാണ് ഒരു ഓഡിറ്റർ ഗോയിങ് കൺസേൺ റിപ്പോർട്ട് ചെയ്യേണ്ടത്, വിച്ച് ഇൻവോൾവ്സ് അസസിങ് വെദർ ദ മാനേജ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ ബേസിസ് ഇൻ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈ ഗോയിങ് കൺസേൺ ബേസ് യൂസ് ചെയ്തത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നോക്കിയ സമയത്ത് ഇതിൽ കുറേ ലിറ്റിഗേഷൻസും അതേമാതിരി തന്നെ നമ്മളുടെ കറണ്ട് റേഷ്യോ, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറണ്ട് റേഷ്യോ എന്ന് വെച്ചാൽ 0.2 ആണെന്ന് വെക്കുക. കറണ്ട് റേഷ്യോ 1നെക്കാട്ടും വളരെ കുറവാണ്. അതേമാതിരി തന്നെ കുറേ ലിറ്റിഗേഷൻസ് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. നമുക്ക് കിട്ടാനുള്ള പൈസ വളരെ കുറവാണ്, പക്ഷേ നമുക്ക് കൊടുക്കാൻ ഒരുപാട് പൈസ ഉണ്ട്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വളരെ രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒക്കെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മാനേജ്മെൻറ്റ് എന്ത് പറഞ്ഞു, ഞങ്ങളുടെ ഗോയിങ് കൺസേൺ ഓക്കെ ആണ്, ഞങ്ങൾ ഇനിയും കുറേ കാലം ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അത് എന്താണ്, അത് ലോജിക്കലല്ല. കാരണം ബിസിനസ് ഒരു സിങ്കിങ് കപ്പലാണ്. ഈ ഒരു ബിസിനസ് എന്താണ്, ഇത് ഒരിക്കലും ഇതേ സിറ്റുവേഷനിൽ പോകണം, ഒരു മിറാക്കിൾ സംഭവിക്കാണ്ട് ഇതേ സിറ്റുവേഷനിൽ പോവുകയാണെങ്കിൽ കമ്പനി എന്തായാലും 2-3 കൊല്ലം കൊണ്ട് ലിക്വിഡേറ്റ് ആവും. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, മാനേജ്മെൻറ്റ് പറയുകയാണ് ഞങ്ങളുടെ ഗോയിങ് കൺസേൺ അസംഷൻ പ്രോപ്പറാണ്, ഞങ്ങൾ ഇനിയും പോകും എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ അസസ് ചെയ്യണം. സോ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി വെച്ചാൽ അതാണ് മാനേജ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ ബേസിസ് ഇൻ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ യൂസ് അത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ആൻഡ് ഇഫ് ദർ ആർ അൺസർട്ടനിറ്റീസ് എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ മാതിരി ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഗോയിങ് കൺസേൺ അസംഷൻ പ്രോപ്പർ അല്ല, അബൌട്ട് ദ എൻറ്റിറ്റീസ് എബിലിറ്റി ടു കണ്ടിന്യൂസ് എ ഗോയിങ് കൺസേൺ, അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ. Implications for the auditor's report. So, depending on the assessment, the auditor will address the implications in the report. അപ്പോൾ ഈ ഒരു ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ആ ഒരു സിറ്റുവേഷൻ ഓഡിറ്റർ റിപ്പോർട്ടിൽ എങ്ങനെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ, ഇഫ് ദ ഗോയിങ് കൺസേൺ ബേസിസ് ഇൻഅപ്രോപ്രിയേറ്റ്, അപ്പോൾ നമ്മൾ ഗോയിങ് കൺസേൺ ചെക്ക് ചെയ്തു, അതെന്താണ്, അത് ഇവർ മാനേജ്മെൻറ്റ് അത് കാണിച്ചിട്ടുള്ളത് എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണം. എവിടെ, റിപ്പോർട്ടിൽ. ഇനിയല്ല, ഇഫ് അപ്രോപ്രിയേറ്റ് ബട്ട് വിത്ത് മെറ്റീരിയൽ അൺസർട്ടനിറ്റി, അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, പക്ഷെ എന്താണ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട് റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. മറ്റേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഗോയിങ് കൺസേൺ വളരെ അബദ്ധമായി നിൽക്കുകയാണ്, എന്തായാലും തുടരാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ നമ്മളെന്താണ്, അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് കാണിച്ചത്, അത് മാനേജ്മെൻറ്റ് എന്താണ് ഗോയിങ് കൺസേൺ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കുക. ഇനി അങ്ങനെയല്ല, മാനേജ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഗോയിങ് കൺസേൺ ഒരു ഭയങ്കര ലിറ്റിഗേഷൻ, ഒരു ഭയങ്കര കേസ് കിടക്കുന്നുണ്ട്, അപ്പോൾ ആ കേസ് പൊട്ടുകയാണെങ്കിൽ എന്താണ്, ഇവർക്ക് ഒരു ഭയങ്കര ഒരു ഇഷ്യൂ, ഭയങ്കര ഒരു കടത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി അവിടെ കിടക്കുന്നുണ്ട്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി കിടക്കുന്നുണ്ട്, പക്ഷേ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് മാനേജ്മെൻറ്റ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്താണ്, ആൻഡ് മാനേജ്മെൻറ്റ് ഇസ് അൺവില്ലിങ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് അസസ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എന്താണ് ഈ ഒരു അസസ്മെൻറ്റ് നടത്താൻ അൺവില്ലിങ് ആണ്. എന്നുവെച്ചാൽ അവർക്കൊരു അസസ്മെൻറ്റ് ഉണ്ട് ഗോയിങ് കൺസേണിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവരെന്താണ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് തരാണ്ട് നിൽക്കുക, അവർ കൂടുതൽ ഗോയിങ് കൺസേണിനെ കുറിച്ചിട്ട് കൺസേൺ ആവേണ്ട നിൽക്കുക. അൺവില്ലിങ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് അസസ്മെൻറ്റ്, ഗോയിങ് കൺസേണിനെ കുറിച്ചുള്ള അസസ്മെൻറ്റ് എന്താണ്, അവർ കൂടുതൽ ചെയ്യുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ക്വാളിഫൈഡ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. പക്ഷേ ഇതെന്താണ്, ഇഫ് അപ്രോപ്രിയേറ്റ് ബട്ട് വിത്ത് മെറ്റീരിയൽ അൺസർട്ടനിറ്റി ആണെങ്കിൽ അതിന് വേറെ റൂളും കൂടി വരുന്നുണ്ട്, ഞാൻ പറയാം, നമ്മൾ അതിലേക്ക് വരും. സോ മാനേജ്മെൻറ്റ് ഇസ് അൺവില്ലിങ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് അസസ്മെൻറ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ അൺസർട്ടനിറ്റീസ് മെയ്ഡ്, അപ്പോൾ ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ അൺസർട്ടനിറ്റീസ്, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്, ആ മെറ്റീരിയൽ അൺസർട്ടനിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ആഡിക്വേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്ലോഷറും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ദ ഓഡിറ്റർ ക്യാൻ ഗീവ് ആൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്താൽ മതി, ഒരു അൺമോഡിഫൈഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുത്താൽ മതി. സോ ആഡിക്വേറ്റ് ആയിട്ട് എന്ത്, അപ്രോപ്രിയേറ്റ് ആണ് ഗോയിങ് കൺസേൺ, പക്ഷേ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്, ആ ഒരു കാര്യം ആഡിക്വേറ്റ് ആയ രീതിയിൽ ഡിസ്ക്ലോസ് മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്താൽ മതി, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്താൽ മതി. ആൻഡ് വിത്ത് എ സെപ്പറേറ്റ് സെക്ഷൻ ഓൺ മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി കൊടുക്കണം, ഒരു എക്സ്ട്രാ സെക്ഷനും കൂടി നമ്മൾ ആഡ് ചെയ്യണം, എന്താണ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. ഈ ഒരു സെക്ഷനും കൂടി നമ്മൾ എന്താണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആഡ് ചെയ്യണം. ഏത് സിറ്റുവേഷനിൽ, നമ്മൾ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്ന സിറ്റുവേഷനിൽ. ഇഫ് നോട്ട് ഡിസ്ക്ലോസ്, എന്ത് ചെയ്യുന്നില്ല, ആഡിക്വേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഈ ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി, ആ സിറ്റുവേഷനിൽ ഇറ്റ് ലീഡ്സ് ടു എ ക്വാളിഫൈഡ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു റൂളും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. സോ ഇനി ഇൻഅപ്രോപ്രിയേറ്റ് യൂസ്. അപ്പോൾ ഇഫ് ഗോയിങ് കൺസേൺ എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്, ഗോയിങ് കൺസേൺ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് യൂസിങ് ഗോയിങ് കൺസേൺ ബേസിസ് ബട്ട് മാനേജ്മെൻറ്റ്സ് യൂസ് ഇസ് ഡീംഡ് ഇൻഅപ്രോപ്രിയേറ്റ്, മാനേജ്മെൻറ്റ് യൂസ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണം. ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമാണ്, പെർവസീവായിട്ട് എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം, ഗോയിങ് കൺസേൺ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. ദെൻ അപ്രോപ്രിയേറ്റ് വിത്ത് മെറ്റീരിയൽ അൺസർട്ടനിറ്റി, നമ്മളുടെ ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷേ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം.
നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇഫ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഈസ് മെയ്ഡ്, ഓക്കെ, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദർ ഇസ് എൻ ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് റിഗാർഡിംഗ് ദ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഓഡിറ്റർ വിൽ എക്സ്പ്രസ് എൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വിൽ ഇൻക്ലൂഡ് എ സെക്ഷൻ ടൈറ്റിൽഡ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. നമ്മൾ അതും പറഞ്ഞു. സോ നമ്മളെന്താണ്, നമ്മൾ ഈ ഒരു അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയും ചെയ്യും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്നുള്ളൊരു സെപ്പറേറ്റ് സെക്ഷൻ നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കും. ദ ഓഡിറ്റർ വിൽ ഡ്രോ അറ്റൻഷൻ ടു ദ നോട്ട് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്ലോസിങ് ദ മാറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റിനെ കുറിച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് നോട്ടിലാണോ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അറ്റൻഷൻ, അത് എന്താണ് ഈ ഒരു സെക്ഷനിൽ ഓഡിറ്റർ റിഫർ ചെയ്യും. ഈ ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്നുള്ള സെക്ഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ആ ഒരു നോട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയാണോ ഈ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ നടത്തിയിട്ടുള്ളത്, അതെന്താണ് അവിടെ നോട്ട് ചെയ്യും. The auditor will state that these events indicate a material uncertainty that may cause significant doubt on the company's ability to continue as a going concern, and the opinion remains unmodified regarding the matter. അപ്പം ഒപ്പീനിയൻ എന്താണ്, അൺമോഡിഫൈഡ് ആയിരിക്കും. ഓഡിറ്റർ എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷനിൽ മെറ്റീരിയൽ അൺസർട്ടനിറ്റി സെക്ഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ദ ഓഡിറ്റർ വിൽ സ്റ്റേറ്റ് ദാറ്റ് ദ ഇവൻറ്റ്സ്, ഈ ഒരു ഇവൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് മേ കാസ് സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് അബൌട്ട് ദ ഗോയിങ് കൺസേൺ. അപ്പോൾ ഗോയിങ് കൺസേണിനെ കുറിച്ചൊരു ഡൗട്ട് തരുന്നൊരു ഇവൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ഈ ഒരു സെക്ഷനിൽ നോട്ടും ചെയ്യും. അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് അതും ഓഡിറ്റർ അവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മളുടെ ഒപ്പീനിയൻ എന്താണ്, അൺമോഡിഫൈഡ് ആയിരിക്കും. ദെൻ ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് നോട്ട് മെയ്ഡ്. ആഡിക്വേറ്റ് ആയിട്ട് ഡിസ്ക്ലോഷർ എന്താണ് നടത്തിയിട്ടില്ല. ആ സിറ്റുവേഷനിലോ if there is no adequate disclosures about the material uncertainty, the auditor shall express a qualified opinion or adverse opinion as appropriate. അപ്പോൾ അപ്രോപ്രിയേറ്റ് രീതിയിൽ ഒന്നുകിൽ ക്വാളിഫൈഡ് ഒപ്പീനിയനോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയനോ ഓഡിറ്റർ കൊടുക്കും. ഫോളോയിങ് SA 705 പ്രകാരം states in the basis for qualified opinion section that a material uncertainty exists. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മളെന്താണ് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കും. എന്ത്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്നൊരു സെപ്പറേറ്റ് സെക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മൾ എന്ത് പറയുക, ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ട്, അത് എന്താണ് ഗോയിങ് കൺസേണിനെ കുറിച്ച് ഡൗട്ട് തരാൻ കാരണമാകുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് ആ സെക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള യാതൊരു സെക്ഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എവിടെയാണ് ഇതിനെക്കുറിച്ച് പറയുക, നമ്മൾ ബേസിസ് ഫോർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആ ഒരു സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗോയിങ് കൺസേൺ അസംഷനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുക. So section that a material uncertainty exists which may cast significant doubt on the entity's ability to continue as a going concern, and that the financial statement do not adequately disclose this issue. അപ്പോൾ ഈ കാര്യം കൊണ്ട് നമ്മൾ ഒപ്പീനിയൻ ബേസിസ് ഫോർ ഒപ്പീനിയൻ സെക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ദെൻ മാനേജ്മെൻറ്റ് എന്താണ്, ഈ ഒരു ഗോയിങ് കൺസേണിനെ കുറിച്ചിട്ട് അസസ് ചെയ്യാൻ അൺവില്ലിംഗ് ആണ്, കൂടുതൽ അസസ് ചെയ്യാൻ അൺവില്ലിംഗ് ആണ്. ഇഫ് മാനേജ്മെൻറ്റ് ഈസ് അൺവില്ലിംഗ് ടു മേക്ക് ഓർ എക്സ്റ്റെൻഡ് ഇറ്റ്സ് അസസ്മെൻറ്റ് വെൻ റിക്വസ്റ്റഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ ഗോയിങ് കൺസേണിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങളും കൂടി ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, അവരതിന് വില്ലിംഗ് ആകുന്നില്ല, അൺവില്ലിംഗ് ആണ്. ആ സിറ്റുവേഷനിൽ ദ ഓഡിറ്റർ ഷാൽ കൺസിഡർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റർ റിപ്പോർട്ടിൽ ഇത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുക്കണോ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. നോട്ട് ഇഫ് യൂസിങ് ദ ഗോയിങ് കൺസേൺ ബേസിസ് അപ്രോപ്രിയേറ്റ്, നോ സ്പെഷ്യൽ പാരഗ്രാഫ് ഇസ് നീഡഡ് ഇൻ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഗോയിങ് കൺസേൺ ബേസ് എന്താണ്, അപ്രോപ്രിയേറ്റും ആണ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഒന്നുമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യാതൊരു സെപ്പറേറ്റ് പാരഗ്രാഫും നമ്മുടെ റിപ്പോർട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഗോയിങ് കൺസേൺ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സ്ലൈഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു സൈറ്റിലേക്ക് പോകും. ആ സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഈ ഒരു ഗോയിങ് കൺസേണിന് ശേഷം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് നിങ്ങൾ ഫസ്റ്റ് ആൻസർ ചെയ്യേണ്ട ടോപ്പ് പോയിൻ്റ് ഉണ്ടാവും.
ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താണോ ആൻസർ ചെയ്യേണ്ടത് അത് സംബന്ധമായുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കും. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അതിന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അത് ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് എങ്ങനെയാണോ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ളത്, ആൻസർ കീയിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് ആ പോയിന്റ് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണോ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഫസ്റ്റ് നിങ്ങൾ പോയിന്റ് എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ പോയിന്റിനെ കുറിച്ചുള്ള ചോദ്യം വരും, അത് നിങ്ങൾ ആൻസർ ചെയ്യുക. അങ്ങനെ ഓരോ എത്ര പോയിന്റ് ഉണ്ടോ ആ ഒരു ആൻസറിൽ അതെല്ലാത്തിൻ്റെയും ചോദ്യം വരും. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെ പോയിന്റുകളാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് കീ ഓഡിറ്റ് മാറ്റേഴ്സ്. ഓക്കെ, ഫോർ ഓഡിറ്റ് of complete sets of general purpose financial statements of a listed entity, the auditor shall communicate key audit matters in the auditor's report according to SA 701. അപ്പോൾ എന്താണ്, ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റീൻ്റെ ഒരു ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് കീ ഓഡിറ്റ് മാറ്റേഴ്സ്. ഓഡിറ്റർ കീ ഓഡിറ്റ് മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എവിടെ? ഓഡിറ്റ് റിപ്പോർട്ടിൽ ആസ് പെർ SA 701. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് SA 701 പ്രകാരമാണ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഉള്ളത് നമ്മൾ പറഞ്ഞു. സോ SA 701 പ്രകാരം കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇഫ് റിക്വയർഡ് ബൈ ലോ regulation or if the auditor chooses to communicate key audit matters, they shall do so in line with SA 701. അപ്പോൾ ലോ റെഗുലേഷൻ പ്രകാരമോ അല്ലെങ്കിൽ ഓഡിറ്റർ എന്താണ് വോളണ്ടറി ആയിട്ട്, എന്ന് വെച്ചാൽ ഓഡിറ്റർ തോന്നുകയാണ് ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാവും എന്ന് ഓഡിറ്ററിന് തോന്നുകയാണ്, ഒരു കീ ഓഡിറ്റ് മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാവും എന്ന് ഓഡിറ്ററിന് തോന്നുകയോ അല്ലെങ്കിൽ ഒരു ലീഗൽ ലോ റെഗുലേഷൻ പറയുകയോ ചെയ്യുകയാണെങ്കിൽ പോലും എന്താണ് ഇവർ ചെയ്യേണ്ടത്? SA 701 പ്രകാരമാണ് ഡു സോ ഇൻ ലൈൻ വിത്ത് SA 701 പ്രകാരമാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എവിടെ? നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഓഫ് കീ ഓഡിറ്റ് മാറ്റർ. അപ്പോൾ കീ ഓഡിറ്റ് മാറ്ററിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. കീ ഓഡിറ്റ് മാറ്റേഴ്സ് ആർ ദോസ് ദാറ്റ് ഇൻ ദ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ്, ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വെർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ഉള്ളൊരു കാര്യം ഇൻ ദ ഓഡിറ്റ് ഓഫ് കറൻറ്റ് പീരീഡ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറൻറ്റ് പീരീഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓഡിറ്ററിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയുള്ളൊരു കാര്യം എന്ത് ബേസിൽ? ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റ് ബേസിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയുള്ള കാര്യം സെലക്റ്റഡ് ഫ്രം ദ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. അപ്പോൾ നമ്മൾ TCWGൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കുറേ മാറ്റേഴ്സ് ഉണ്ടാവും, നമ്മൾ അവരായിട്ട് കുറേ മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു മാറ്ററിൽ നിന്നും ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി തോന്നിയത് കറൻറ്റ് പീരീഡ് ഓഡിറ്റിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി തോന്നിയ കാര്യം അതാണ് കീ ഓഡിറ്റ് മാറ്റർ. അപ്പോൾ ഇതിലെ കീ വേർഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റ്, ബേസ്ഡ് ഓൺ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എപ്പോൾ? ഏത് സിറ്റുവേഷനിൽ? ഇൻ ദ കറൻറ്റ് പീരീഡ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് ദ കറൻറ്റ് പീരീഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറൻറ്റ് പീരീഡിലുള്ള ഓഡിറ്റിൻ്റെ അതും TCWG ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പല മാറ്റേഴ്സിൽ സെലക്റ്റഡ് ഫ്രം മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് എടുത്ത് TCWG. ഓക്കെ, അപ്പോൾ അതാണ് കീ ഓഡിറ്റ് മാറ്റർ. അപ്പോൾ അതർ ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ. ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ SA 720 പ്രകാരം നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. SA 720 എന്ന് വെച്ചാൽ ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു അതർ ഇൻഫർമേഷൻ, അതാണ് SA 720ൻ്റെ പേര്. അപ്പോൾ അതർ ഇൻഫർമേഷൻ എന്നതിനെ കൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ നമ്മൾ ഈ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ അനാലിസിസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് പുറത്തുള്ള ഇൻഫർമേഷൻസ്. സോ അതിനെക്കുറിച്ചിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വെർ അപ്ലിക്കബിൾ ദ ഓഡിറ്റർ ഷാൽ റിപ്പോർട്ട് ഇൻ അക്കൗണ്ട്സ് വിത്ത് SA 720. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഇൻക്ലൂഡ് എ സെക്ഷൻ ടൈറ്റിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ്
റെസ്പോൺസിബിലിറ്റി ഓഫ് ആരത് മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ട് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷനാണ് എന്ത്, ഈ ഒരു സെക്ഷൻ. ദിസ് സെക്ഷൻ ഡിസ്ക്രൈബ്സ് മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു സെക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി? പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആൻഡ് എൻഷുറിംഗ് necessary internal controls to prevent material misstatements due to fraud or error. അപ്പോൾ മാനേജ്മെൻറ്റ് 2 റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം എന്തുണ്ടാക്കാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളതും അതേമാതിരി തന്നെ നെസസറി ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എന്തിനു വേണ്ടിയിട്ട് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്താണ് എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അസസിങ് ദ എൻറ്റിറ്റീസ് അബിലിറ്റി ടു കണ്ടിന്യൂസ് എ ഗോയിങ് കൺസേൺ. സോ അത് നമ്മളെന്താണ് ആ സെക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യും. അതും എന്താണ് മാനേജ്മെൻറ്റ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ഈ ഒരു ഗോയിങ് കൺസേണിനെ കുറിച്ച് അസസ്മെൻറ്റ് നടത്തുന്നതും. ദ ഡിസ്ക്രിപ്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് വെൻ ദ ഗോയിങ് കൺസേൺ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എപ്പോഴാണ് വരിക? ഈ ഒരു ഗോയിങ് കൺസേൺ അസംഷൻ എന്താണ്? അപ്രോപ്രിയേറ്റ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് ആണ് എന്ന് നമ്മൾ പറയും. ദെൻ നമ്മൾ പറയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഗോയിങ് കൺസേൺ അസംഷൻ എന്താണ്, അപ്രോപ്രിയേറ്റ് ആണ്. അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ. സോ അപ്രോപ്രിയേറ്റ് ആണെങ്കിലാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ നമ്മൾ എവിടെ ആഡ് ചെയ്യും? നമ്മൾ ഒന്നുകിൽ നമ്മൾ മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ടു ഗോയിങ് കൺസേൺ ആ സെക്ഷനിൽ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മളുടെ ഒപ്പീനിയൻ അൺക്വാളിഫൈഡ് ആക്കും, അൺമോഡിഫൈഡ് ആക്കും. ഇനി അല്ല നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ബേസിസ് ഫോർ ഒപ്പീനിയനിൽ നമ്മൾ എന്താണ് ഈ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗോയിങ് കൺസേൺ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞ രീതി തന്നെ. സോ അപ്രോപ്രിയേറ്റ് ആണെങ്കിലാണ് നമ്മൾ എന്താണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയുള്ളൂ. ഓക്കെ. Then it should also identify those responsibility for overseeing the financial reporting process if different from those fulfill the aforementioned responsibilities. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഓഡിറ്റർ എന്തും ചെയ്യണം, ഈ ഒരു റെസ്പോൺസിബിലിറ്റി, ഈ ഒരു മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആരാണോ ചെയ്യാൻ, ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണോ അത് ചെയ്യാൻ, ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണോ, അത് ഓവർസീ ചെയ്യാനുള്ള വ്യക്തി ആരാണോ, റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടൻ്റ് ആണ് എന്തുണ്ടാക്കുക, ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കുക. സോ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന കാര്യം ആരാണ് ഓവർസീ ചെയ്യേണ്ടത്? ഒന്നുകിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ TCWG ഇവരാണ് ഓവർസീ ചെയ്യേണ്ടത്. സോ അവരാണോ അത് ഓവർസീ ചെയ്തതെന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യുക, ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേമാതിരി തന്നെ ഇഫ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഫുൾഫില്ലിംഗ് ദ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് അത് ഫുൾഫിൽ ചെയ്യാൻ എന്ന് വെച്ചാൽ ഈ ഒരു ഓവർസീ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ TCWG ഇവരാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരല്ല, അത് ഡിഫറൻ്റ് ആണ്, വേറെ വ്യക്തികളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ കാര്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഓഡിറ്റർ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടതാണ്. സോ ഇറ്റ് ഷുഡ് ഓൾസോ ഐഡൻറ്റിഫൈ ദോസ് റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ് ഇഫ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഫുൾഫില്ലിംഗ് ദ എഫോർ മെൻഷൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ മുകളിൽ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് ശരിക്കും ഫുൾഫിൽ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയുള്ള വ്യക്തികൾക്ക് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്തതെങ്കിൽ അതെന്താണ് ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതും കൂടി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. വെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് അണ്ടർ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക്. അപ്പോൾ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അത് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ the report must refer to the preparation and fair presentation of the financial statements or that they provided true and fair way. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് കൊടുക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ ആണ് നമ്മൾ കൊടുക്കുക. നമ്മൾ കംപ്ലൈ ചെയ്യുന്ന കാര്യമല്ല കൊടുക്കുക, നമ്മൾ ഒരു റിലവൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമല്ല കൊടുക്കുക. നമ്മൾ എന്താ കൊടുക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ.
The audit report shall include a section titled Auditor's Responsibility for an Audit of Financial Statement. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒരു സെക്ഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ എന്താണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയും. എന്തൊക്കെയാണ് ഓഡിറ്റർ ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് ഒരു റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രോഡോ എററോ കാരണമുണ്ടാകുന്ന മെറ്റീരിയൽ മിസ്റ്റേക്കിൽ നിന്നും ഫ്രീ ആണ് എന്നുള്ള കാര്യം. അതിന് വേണ്ടി ഒരു റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ടാമതെന്ന് വെച്ചാൽ എന്താണ്? ഇഷ്യൂ ഓഡിറ്റ് റിപ്പോർട്ട്, ഇൻക്ലൂഡ് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. അപ്പോൾ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ ഉള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ ഇഷ്യൂ ചെയ്യാം. ഈ 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഓഡിറ്ററിന് മെയിനായിട്ടുള്ളത്. ഈ ഒരു കാര്യം ഫസ്റ്റ് തന്നെ എന്താണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുക, സ്റ്റേറ്റ് ദാറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റേഴ്സ് ആർ ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ആൻഡ് ഇഷ്യൂ ഓഡിറ്റ് റിപ്പോർട്ട്. അതിനുശേഷം രണ്ടാമത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ക്ലെയിമർ പറയണം. ഡിസ്ക്ലെയിമർ എന്താ പറയണമെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ദാറ്റ് എ റീസണബിൾ അഷുറൻസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ്. അപ്പോൾ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. റീസണബിൾ അഷുറൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറയണം ഒബ്റ്റെയിൻ എ റീസണബിൾ അഷുറൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു റീസണബിൾ അഷുറൻസ് എന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി കൊടുക്കുന്നു വെച്ചാൽ ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗ്യാരണ്ടി ദാറ്റ് an audit conducted in accordance with essays will always detect material misstatement when it exists. അപ്പോൾ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ എസ്എ പ്രകാരം ഓഡിറ്റ് ചെയ്താൽ എപ്പോഴും എന്തുണ്ടാവില്ല, ആ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഓഡിറ്റർ പറയുന്നില്ല. ഈ ഒരു ഡിസ്ക്ലെയിമറും കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം? ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ ഓഡിറ്റർ ഇൻക്ലൂഡ് ചെയ്യണം. എന്താണ് പറയുന്നത്? റീസണബിൾ അഷുറൻസ് എന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എസ്ഐസ് പ്രകാരം, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരം നമ്മൾ ഓഡിറ്റ് ചെയ്താൽ പോലും നമുക്ക് എല്ലാ മിസ്റ്റേറ്റ്മെൻറ്റുകളും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ള കാര്യം കൂടി ആ ഒരു ഡിസ്ക്ലെയിമറും കൂടി നമ്മൾ ഫസ്റ്റ് പറയണം. സോ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് പറയണം, ദെൻ നമ്മൾ ഈ ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കണം. അതിനുശേഷം മൂന്നാമതായി നമ്മൾ പറയേണ്ടത് വെച്ചാൽ സ്റ്റേറ്റ് ദാറ്റ് ദ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ അറൈസ് ഫ്രം ഫ്രോഡ് ഓർ എറർ ആൻഡ് ഐദർ. അപ്പോൾ ഒരു ഫ്രോഡിൽ നിന്നും എററിൽ നിന്നുമാണ് എന്ത് ഉണ്ടാവുക, ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ പറയണം. ആൻഡ് ഡിസ്ക്രൈബ് ദേ ആർ കൺസിഡേർഡ് മെറ്റീരിയൽ ഇഫ് ഇൻഡിവിജ്വലി ഓർ അഗ്രിഗേറ്റ് ദേ കുഡ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ഇൻഫ്ലുവൻസ് ദ എക്കണോമിക് ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ് ടേക്കൺ ഓൺ ബേസിസ് ഓഫ് ദീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്ത് നമ്മൾ എററോ ഫ്രോഡോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ എററോ ഫ്രോഡോ മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ്, അത് ഈ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്കണോമിക് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഡിസ്ക്ലെയിമർ നമ്മൾ കൊടുക്കണം. ദെൻ പ്രൊവൈഡ് എ ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അപ്പോൾ മെറ്റീരിയാലിറ്റിയെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ. നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം നമ്മൾ എന്താണോ ഒരു മെറ്റീരിയലായിട്ട് നമ്മൾ എത്ര എമൗണ്ട്, എത്ര ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ മെറ്റീരിയലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓഡിറ്റിൽ, ആ ഒരു മെറ്റീരിയാലിറ്റീൻ്റെ ഡിസ്ക്രിപ്ഷനും അതേമാതിരി തന്നെ ഡെഫിനിഷനും നമ്മൾ എന്താണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ നമ്മൾ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ ഈ 3 കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ദെൻ ആ ഡിസ്ക്ലെയിമർ എന്ത് റീസണബിൾ അഷുറൻസ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്, പക്ഷേ എന്താണ് എല്ലാം ഡിറ്റക്റ്റ് ചെയ്യില്ല. പിന്നെ എന്താണ് ഫ്രോഡിനെയും റിസ്കിനെയും കുറിച്ചുള്ള അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ദെൻ നമ്മളുടെ മെറ്റീരിയാലിറ്റീൻ്റെ ഡെഫിനേഷനും ഡിസ്ക്രിപ്ഷനും നമ്മൾ കൊടുക്കണം. ഈ 3 കാര്യത്തിന് ശേഷം നമുക്ക് പിന്നെയും എന്താണ് ഇതിൽ കൊടുക്കാനുണ്ട്, എന്താണെന്ന് വെച്ചാൽ ദിസ് സെക്ഷൻ ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഫർദർ. അപ്പോൾ അതിനുശേഷം ഫർദർ ആയിട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ദ ഓവറോൾ പ്രസൻറ്റേഷൻ സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റേഷൻ സ്ട്രക്ചറും കണ്ടൻറ്റും അത് നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്തത്, അത് നമ്മൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ കൊടുക്കണം. ദെൻ ഡിസ്ക്രൈബ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ എ ഗ്രൂപ്പ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ആസ് പെർ എസ് 600. അപ്പോൾ 600 പ്രകാരം നമ്മൾ ഗ്രൂപ്പ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എസ് 600 എന്ന് വെച്ചാൽ യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്ററാണ്. അപ്പോൾ ഇവിടെ SA 299 അല്ല, 299 എന്താണ് ഗ്രൂപ്പ് ഓഡിറ്റാണ്. അപ്പോൾ 299 അല്ല പറഞ്ഞത്, നമ്മളെന്താണ് നമ്മൾ SA 600 എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് ഓഡിറ്റർ ആയിക്കോട്ടെ, അങ്ങനെ ഒരു അസോസിയേറ്റ് ഓഡിറ്റർ ഓഡിറ്റർ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള ഓഡിറ്ററിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്യുകയാണ്, ആ ഒരു ഓഡിറ്റ് ഫേമിന് എന്താണ് പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്യുന്നത് വേറെ ഓഡിറ്ററാണ്. ആ ഓഡിറ്ററിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്ത് പ്രകാരമുള്ള ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്താണ് അതും ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ കൺക്ലൂഡ് ഓൺ ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ
ബേസിസ് റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സ് മെയ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഗോയിങ് കൺസേൺ ഉള്ള അപ്രോപ്രിയേറ്റ്നസും അത് എങ്ങനെയാണോ ഡിസ്ക്ലോസ് ചെയ്തുള്ള അപ്രോപ്രിയേറ്റ്നസും അതേമാതിരി തന്നെ അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സും മാനേജ്മെൻറ്റ് എങ്ങനെയാണോ ഡിസ്ക്ലോസ് ചെയ്തില്ല ഈ കാര്യങ്ങളും കൂടി നമ്മൾ എന്താണ് ഈ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. ഇതൊക്കെ ഓഡിറ്റർ ചെക്ക് ചെയ്ത കാര്യങ്ങളാണ്, ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റേഷൻ സ്ട്രക്ചർ കണ്ടൻറ്റ്, ദെൻ ഈ ഒരു ഗ്രൂപ്പായിട്ട് എൻഗേജ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി, അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് എങ്ങനെയാണോ ഈ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗോയിങ് കൺസേൺ ബേസിസ് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യം. ദെൻ ഇവാലുവേറ്റ് ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് റീസണബിൾനെസ് ഓഫ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റാണ് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എന്താണ് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റീസണബിൾനെസ് എന്താണ്, അതും അതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്സും എന്താണ് ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇവാലുവേറ്റ് ചെയ്ത ആ ഒരു കൺക്ലൂഷനും ഓഡിറ്റർ എന്താണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ ഓഡിറ്റർ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം ടു ഡിസ്ക്രൈബ് an audit by stating that the auditor's responsibilities are. അപ്പോൾ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടു ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ റിലവൻറ്റ് ടു ദ ഓഡിറ്റ് ടു ഡിസൈൻ ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ് ഓഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഓഡിറ്റർ ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ അക്കൗണ്ടിങ് പോളിസി യൂസ് ചെയ്തത്, നമ്മളുടെ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത അക്കൗണ്ടിങ് പോളിസി എന്താണ് അതും ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഡിറ്റർ വരുത്തണം. അതും എന്താണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഓഡിറ്റർ ചെയ്തിട്ടുള്ളത് ആ റെസ്പോൺസിബിലിറ്റീസ് ആ ഡ്യൂട്ടീസ് അത് എന്താണ് അത് നമ്മളിവിടെ പറയേണ്ട കാര്യമാണ്. ദെൻ ടു എക്സസൈസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ആസ് പെർ എസ്സേസ്. അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റിൻ്റെ സമയത്ത് എന്താണ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും അതേമാതിരി തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം നമ്മൾ എന്താണ് ത്രൂ ഔട്ട് ദ ഓഡിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യണം. സോ ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് യൂസ് ചെയ്തത് നമ്മൾ നോക്കി, അവരെന്ത് അക്കൗണ്ടിങ് പോളിസിയാണ് ഏത് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ നോക്കി. ദെൻ നമ്മളെന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അസസ്സും ചെയ്തു, അത് നമ്മൾ പറഞ്ഞ്. അതിനുശേഷം നമ്മൾ ത്രൂ ഔട്ട് ദ ഓഡിറ്റിൽ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും അതേമാതിരി തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം നമ്മളെന്താണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളെന്താണ് മെൻഷൻ ചെയ്ത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നമ്മളുടെ ഒരു ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി സെക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. So, location of the description of the auditor's responsibilities for the audit of financial statement. അപ്പോൾ ഈ ഒരു ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിക്ക് ശേഷമാണ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെയാണ് കാണിക്കുക, ലൊക്കേഷൻസ്, ഏതൊക്കെ ലൊക്കേഷൻസിലാണ് നമുക്ക് ഈ ഒരു ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണിക്കാൻ പറ്റുക, അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത്. So, the description of the auditor's responsibilities for the audit of financial statement required by this essay shall be included. അപ്പോൾ എവിടെയൊക്കെ കാണിക്കുകയെന്ന് വെച്ചാൽ an auditor's report may include description of auditor's responsibilities 3 ways. അപ്പോൾ 3 രീതിയിലാണ് നമുക്കൊരു ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണിക്കാൻ പറ്റുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഒന്നെന്ന് വെച്ചാൽ വിത്തിൻ ദ ബോഡി ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബോഡിയിൽ എന്ന് വെച്ചാൽ നമ്മൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ് അത് നമ്മൾ മെൻഷൻ ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കാണിക്കുക, നമ്മൾ ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുക. ഓഡിറ്റിന് എന്താണ് റെസ്പോൺസിബിലിറ്റി ആണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്, ആ ഡിസ്ക്ലെയിമർ കൊടുക്കുക, ഫ്രോഡിൻ്റെ എററിൻ്റെ കാര്യം കൊടുക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് അതിന് ശേഷം നമ്മൾ കൊടുക്കുക. ദെൻ അതിനുശേഷം ഇതിന് അപ്പൻഡിക്സ് ടു ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിഫറൻസ് ഇൻ ദ മെയിൻ റിപ്പോർട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് നമ്മൾ ചിലപ്പം ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് കോൺസൈസ് എന്ന് വെച്ചാൽ അത് വളരെ ഒരു മെയിൻ പോയിൻറ്റുകൾ മാത്രം, മെയിൻ ആയിട്ടുള്ള ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മാത്രം എന്താണ് മെയിൻ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ എന്താണ് നമ്മളൊരു വേറൊരു സെപ്പറേറ്റ് സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ മെൻഷൻ ചെയ്യുക. ആ മെൻഷൻ ചെയ്യുന്ന ഒരു അപ്പൻഡിക്സിൽ നമ്മൾ എന്തും ചെയ്യണം, നമ്മൾ മെയിൻ റിപ്പോർട്ടിൻ്റെ റെഫറൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്ത് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മെയിൻ ടോപ്പിക്ക് മാത്രമായിരിക്കും റിപ്പോർട്ടിൽ കൊടുക്കുക. അതിൻ്റെ ഒരു സബ് ടോപ്പിക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു അനക്സർ ആയിട്ടോ അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആയിട്ടോ നമ്മൾ കൊടുക്കുക ചെയ്യുക. സോ അതേമാതിരി തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മെയിൻ റിപ്പോർട്ടിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ളത്
അതിൻ്റെ മെയിൻ റിപ്പോർട്ട് അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ടോപ്പിക്കുകൾ മാത്രം കൊടുത്തിട്ട് നമ്മളെന്താണ് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷനിൽ നമ്മൾ കൊടുക്കുക. സോ അതാണ് രണ്ടാമത്തെ വേ. മൂന്നാമത്തെ വെച്ചാൽ ബൈ റിഫറൻസിങ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ ആൻ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ് വെബ്സൈറ്റ് ഇഫ് അലൗഡ് ബൈ ലോ റെഗുലേഷൻ. അപ്പോൾ നിയമം അനുവദിക്കുകയാണെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റീൻ്റെ വെബ്സൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റീൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ബൈ റിഫറൻസിങ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ ആൻ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ് വെബ്സൈറ്റ്. വെൻ റിഫറിങ് ടു എ ഡിസ്ക്രിപ്ഷൻ ഓൺ വെബ്സൈറ്റ്, ഇപ്പോൾ വെബ്സൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ the auditor must ensure it aligns with the requirement of the standards on auditing. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ത്, ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 രീതിയിലാണ് ഓഡിറ്ററിന് കൊടുക്കാൻ പറ്റുക. ഒന്ന് വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ട്, മെയിൻ ഓഡിറ്റ് റിപ്പോർട്ട് അതിൻ്റെ ബോഡിയിൽ, പിന്നെ ഒരു അപ്പൻഡിക്സിൽ കൊടുക്കാൻ പറ്റും. അതേ മറ്റേ പിന്നെ ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റീൻ്റെ വെബ്സൈറ്റിലും കൊടുക്കാൻ പറ്റും ഇഫ് അലൗഡ് ബൈ ലോ ഓർ റെഗുലേഷൻ. ഓക്കെ, അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് അതിൽ ഇഫ് ദർ ആർ അഡീഷണൽ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് ബിയോണ്ട് ദോസ് സ്പെസിഫൈഡ് ഇൻ എസ്സേസ്. അപ്പോൾ എസ്സേയിൽ പറയുന്നതല്ലാതെ പുറമെ എന്തെങ്കിലും അതിന് പുറത്തായിട്ട് എന്തെങ്കിലും നമുക്കൊരു റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില ലൊക്കേഷനിലോ ചില ഒരു ജുറിസ്ഡിക്ഷനിലോ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഒരു പബ്ലിക് ഹോസ്പിറ്റലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് പറയുകയാണ് നമ്മളോട് ഈ ഒരു പബ്ലിക് ഹോസ്പിറ്റൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻറ്റുകൾ ഈ ഒരു ഹെൽത്ത് കെയർ സർവീസസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തത് എന്നുള്ളൊരു റിക്വയർമെൻറ്റ്. അത് നമ്മൾ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതൊരു ഗവൺമെൻറ് പോളിസിയാണ്, റെഗുലേഷനാണ്. സോ അങ്ങനത്തെ ഒരു റെഗുലേഷൻ ബിയോണ്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്, അങ്ങനത്തെ റെഗുലേഷൻസ് വരികയാണെങ്കിൽ, അഡീഷണൽ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് വരികയാണെങ്കിൽ, these should be included in a separate section titled reporting on other legal and regulatory requirement. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാക്കണം. അതിന് പേരെന്ത് കൊടുക്കണം, റിപ്പോർട്ട്സ് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് എന്നൊരു പേര് കൊടുക്കണം. അതിൽ നമ്മൾ ഈ ഓരോ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇഫ് ദീസ് റെസ്പോൺസിബിലിറ്റീസ് ഓവർലാപ്പ് വിത്ത് ദോസ് റിക്വയർഡ് ബൈ എസ്സേസ്. അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേഷൻ, അത് എസ്സേൻ്റെ റിക്വയർമെൻറ്റ്സിനെ ഓവർലാപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദേ ക്യാൻ ബി കമ്പൈൻഡ് ഇൻ ദ സെയിം സെക്ഷൻ. അതും ആ ഒരു ഓവർലാപ്പ് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതേ സെയിം സെക്ഷനിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മസ്റ്റ് ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിംഗ് റിക്വയർഡ് ബൈ ദ എസ്സേസ്. അപ്പോൾ എസ്സേസ് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഈ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, ചില ഡിസ്റ്റിങ്ഷ്ഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇഫ് എ സെപ്പറേറ്റ് സെക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഫ്രം അതർ റെസ്പോൺസിബിലിറ്റീസ് ഇറ്റ് ഫോളോസ് ദ റിപ്പോർട്ട് ഓൺ ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. അതിന് ഫോളോ ആയിട്ട് അതിന് ശേഷമാണ് ഈ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു സെക്ഷൻ റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് എന്നുള്ളൊരു സെക്ഷൻ ഇതിന് ശേഷമാണ് നമ്മളുടെ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി അടുത്തത് സിഗ്നേച്ചർ ഓഫ് ദ ഓഡിറ്റർ ആണ്. So, the auditor's report must be signed by an auditor എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ഇൻ ദെയർ പേഴ്സണൽ നെയിം. അപ്പോൾ അവരുടെ പേഴ്സണൽ നെയിമിലാണ് അവരൊരു ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യേണ്ടത്. ഇഫ് എ ഫേം ഈസ് അപ്പോയിൻറ്റഡ്, ഒരു ഫേം അപ്പോയിൻറ്റഡ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ ഫേംസ് നെയിം, ഫേമിൻ്റെ നെയിമും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദ ഓഡിറ്റർ മസ്റ്റ് മെൻഷൻ ദെയർ മെമ്പർഷിപ്പ് നമ്പർ. അപ്പോൾ മെമ്പർഷിപ്പ് നമ്പറും ഇൻക്ലൂഡ് ചെയ്യണം ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫേംസ് രജിസ്ട്രേഷൻ നമ്പർ. ഫേം ഉണ്ടെങ്കിൽ ഫേമിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കൂടി നമ്മൾ ഈ ഒരു സിഗ്നേച്ചറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഒരു ഓഡിറ്റർ അയാളുടെ പേഴ്സണൽ നെയിമിലാണ് അയാൾ സൈൻ ചെയ്യേണ്ടത്. ഇനി ഫേം ഉണ്ടെങ്കിൽ ഫേമിൻ്റെ നെയിമും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഫസ്റ്റ് പേഴ്സണൽ നെയിമിലാണ് ചെയ്യേണ്ടത്. ഫേം ഉണ്ടെങ്കിൽ ഫേമിൻ്റെ നെയിമും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇനി അതിന് പുറമെ ആയിട്ട് എന്തും ചെയ്യണം, മെമ്പർഷിപ്പ് നമ്പർ ഇഷ്യൂഡ് ബൈ ICI.
ICA ഇഷ്യൂ ചെയ്തിട്ടുള്ള മെമ്പർഷിപ്പ് നമ്പർ അയാൾ എന്താണ് മെൻഷൻ ചെയ്യണം. ദെൻ ഫേം ഉണ്ടെങ്കിൽ ഫേമിൻ്റെ എന്താണ് രജിസ്ട്രേഷൻ നമ്പറും അതും എന്താണ് സിഗ്നേച്ചറിൻ്റെ കൂടെ അയാൾ വെക്കേണ്ടതാണ്. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മസ്റ്റ് സൈൻ ദ റിപ്പോർട്ട് ഇൻ ദ രജിസ്റ്റേർഡ് നെയിം വിച്ച് ക്യാൻ ബി ഐദർ ഇൻഡിവിജ്വൽ നെയിം അല്ലെങ്കിൽ ഫേം നെയിം. രജിസ്റ്റേർഡ് നെയിമിലാണ് ഇത് സൈൻ ചെയ്യേണ്ടത്. ഇഫ് ഇൻ പാർട്ണർഷിപ്പ് ദ യൂഷ്വലി സൈൻ ഇൻ ദ ഫേം നെയിം. പാർട്ണർഷിപ്പ് ആണെങ്കിൽ എന്താണ് ഫേമിൻ്റെ നെയിമിലാണ് യൂഷ്വലി സൈൻ ചെയ്യുക. ഇത് ഇൻഡിവിജ്വൽ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഡിവിജ്വൽ കേസിൽ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ ഫേമിൻ്റെ പേരോ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. ഫേം ഉണ്ടെങ്കിൽ ഫേമിൻ്റെ പേരുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സൈൻ സിഗ്നേച്ചർ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് നമ്പറും അതേപോലെ തന്നെ ഫേം നമ്പറും രജിസ്ട്രേഷൻ നമ്പറും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പാർട്ണർഷിപ്പ് ആണെങ്കിൽ എന്താണ് യൂഷ്വലി ഫേമിൻ്റെ നെയിമിലാണ് നമ്മൾ എന്താണ് സൈൻ ചെയ്യുക. നമ്മളുടെ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ എന്താണ് പേരും കൂടി ആ സിഗ്നേച്ചറിലുണ്ടാവും. ഓൺലി ദ അപ്പോയിൻറ്റഡ് ഓഡിറ്റർ ഓർ പാർട്ണർ ഹു ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്യാൻ സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ആസ് പെർ ദ കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സിഗ്നേച്ചർ നടത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട്. കമ്പനീസ് ആക്ട് നമ്മൾ പഠിച്ച കാര്യമാണത്. It is crucial for the appointed person to make the report. Allowing others to sign undermines the confidence and responsibilities expected of the others. ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ അപ്പോയിൻറ്റഡ് പേഴ്സൺ ടു മേക്ക് ദ റിപ്പോർട്ട്. അപ്പോൾ ആരെയാണോ നമ്മൾ ഓഡിറ്ററായിട്ടൊരു ഫേം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അയാൾ തന്നെ എന്തുണ്ടാക്കണം ഈ റിപ്പോർട്ട് ഉണ്ടാക്കണം. Allowing others to sign undermines the confidence and responsibility expected of the auditor. അപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഓക്കെ, നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ ഓഡിറ്റ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റാണ് നമ്മളുടെ റിപ്പോർട്ട്. അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, നമുക്ക് ഒരു പാർട്ണർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് സൈൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ചെറിയ കാര്യങ്ങളൊരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങളൊന്ന് സൈൻ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അവരവരുടെ സൈൻ ചെയ്തു. ആ റിപ്പോർട്ട് എന്താണ് ക്ലയൻറ്റിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ക്ലയൻറ്റ് നോക്കുന്ന സമയത്ത് ഓഡിറ്റ് ചെയ്തത് എന്താണ് ഞാനും സൈൻ ചെയ്തത് എൻ്റെ പാർട്ണറുമാണ്. അപ്പോൾ ക്ലയൻറ്റ് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ സൈൻ ചെയ്യാഞ്ഞത് എന്ന് ക്ലയൻറ്റ് ചോദിക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, ക്ലയൻറ്റ് റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഇവരെന്തും പറയുന്നുണ്ട് നമ്മളെന്താണ് പ്രോപ്പർ ആയതില്ല. ഇപ്പോൾ നമ്മളല്ല റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത്, നമ്മളുടെ പാർട്ണറാണ് പ്രിപ്പയർ ചെയ്തത്, നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ക്ലയൻറ്റ് ചോദിച്ചു ഈ ഒരു കണ്ടൻറ്റ് ഈ ഒരു ലൈൻ എന്താണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തൊരു ഒപ്പീനിയനാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാനല്ല പ്രിപ്പയർ ചെയ്തത്, എൻ്റെ പാർട്ണറാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അപ്പോഴും എന്താണ് ക്ലയൻറ്റ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണ് സ്വന്തം ഓഡിറ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് പോലും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് എൻ്റെ ഒരു റെപ്യൂട്ടേഷനെയും അതെന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നെഗറ്റീവായിട്ട്. സോ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് ഉണ്ടാക്കൽ അത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോയിൻറ്റഡ് പേഴ്സൺ തന്നെ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. അതേമാതിരി തന്നെ അപ്പോയിൻറ്റഡ് പേഴ്സൺ തന്നെ അത് സൈനും ചെയ്യണം. ഇത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും അതേമാതിരി തന്നെ റെസ്പോൺസിബിലിറ്റിനെയും അത് ബാധിക്കും. അത് സൂചിപ്പിക്കുന്ന ഒരു സാധനമാണത്. ദെൻ റിപ്പോർട്ടിംഗ് സൈനിങ് ഗൈഡ്ലൈൻസ്. റിപ്പോർട്ട് സൈനിങ് ഗൈഡ്ലൈൻസ്. ദ സിഗ്നേച്ചർ ഓൺ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് ദ ഫേംസ് രജിസ്ട്രേഷൻ നമ്പർ ഫോളോഡ് ബൈ ദ സിഗ്നേച്ചർ ആൻഡ് ദ നെയിം ഓഫ് ദ മെമ്പർ സൈനിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ സിഗ്നേച്ചറിൽ എന്ത് വേണം, ഫേമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വേണം, ഫോളോഡ് ബൈ സിഗ്നേച്ചറിന് ശേഷം ആൻഡ് ദ നെയിം ഓഫ് ദ മെമ്പർ, അതേമാതിരി തന്നെ മെമ്പറും സൈനിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്ന മെമ്പറിൻ്റെ പേരും എന്താണ് ആ ഒരു സിഗ്നേച്ചറിൻ്റെ സമയത്ത് വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ സൈൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ്. റിപ്പോർട്ട് സൈൻ ചെയ്യുന്നൊരു എക്സാമ്പിളാണിത്. നമ്മൾ ഫസ്റ്റ് കമ്പനീൻ്റെ ആരാണോ ഓഡിറ്റ് അവരുടെ പേര്, ഓഡിറ്റ് അല്ല നമ്മളുടെ ഫേമിൻ്റെ പേര്, ഫസ്റ്റ് നമ്മളുടെ ഫേമിൻ്റെ പേര് നമ്മൾ എഴുതും. ABC ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ട്സ് നമ്മൾ എഴുതും. അതിനുശേഷം നമ്മൾ ഫേം രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ എഴുതും. ദെൻ നമ്മൾ സൈൻ ഇട്ടു. അതിനുശേഷം മെമ്പറിൻ്റെ പേര്, നെയിം ഓഫ് ദ മെമ്പർ സൈനിങ് ദ റിപ്പോർട്ട്, ആരാണോ ഈ സൈൻ ഇട്ടത് അയാളുടെ പേര്, അതിനുശേഷം അയാളുടെ ഡെസിഗ്നേഷൻ, ദെൻ അതിനുശേഷം അയാളുടെ മെമ്പർഷിപ്പ് നമ്പറും കൂടി ഇതിൽ വേണം. ICA ഇഷ്യൂ ചെയ്തിട്ടുള്ള മെമ്പർഷിപ്പ് നമ്പറും കൂടി ഇത് വേണം. സോ ഇതാണ് സിഗ്നേച്ചറിൻ്റെ ഒരു ഫോർമാറ്റ്. നമ്മൾക്ക് എന്തായാലും അറിയാം, കാരണം നമ്മൾ ഓഡിറ്റ് ഒരു ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത്. സോ എന്തായാലും ഇതാണ് ഫോർമാറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രൊഫഷണൽ കണ്ടക്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഒരു പ്രൊഫഷണൽ മിസ്കണ്ടക്ട്, ഒരു സൈനിങ്ങിന് വരുന്നൊരു പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്താണ് അതവിടെ പറഞ്ഞത്. അക്കോർഡിംഗ് ടു ക്ലോസ് 12 ഓഫ് പാർട്ട് 1 ഓഫ് ഫസ്റ്റ് ഷെഡ്യൂൾ ടു ദ CA ആക്ട് 1949. അപ്പോൾ CA ആക്ടിലെ ഫസ്റ്റ് ഷെഡ്യൂളിലെ പാർട്ട് 1 ക്ലോസ് 12 പ്രകാരം ഇതൊക്കെ നമ്മൾ
19ാമത്തെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഫുള്ള് പഠിക്കാനുള്ള ഇതാണ്. അത് വലിയ ചാപ്റ്ററാണ്. അതിൽ കുറേശ്ശെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും. പക്ഷേ കുറേ ഉണ്ട്, ക്വാണ്ടിറ്റി കൂടുതലാണ്. സോ അതിലൊരു കണ്ടൻറ്റാണിത്. അതിലെന്താ പറഞ്ഞത്, ഫസ്റ്റ് ഷെഡ്യൂളിലെ പാർട്ട് 1 ക്ലോസ് 12 CA ആക്ടിലെ. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ, allowing someone who is not a member to sign on behalf of a chartered accountant, ചിലൊരു CA അല്ലാത്ത ഒരാളെ എന്താണ് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഈസ് കൺസിഡേർഡ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. അതെന്താണ്, അതൊരു പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് റൂൾ ഹെൽപ്സ് മെയിൻറ്റെയിൻ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പ്രൊഫഷൻ ബൈ എൻഷുറിങ് ദാറ്റ് ഓൺലി ക്വാളിഫൈഡ് മെമ്പേഴ്സ് ക്യാൻ സൈൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. എന്താണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു ക്ലോസ് 12. പാർട്ട്നേഴ്സ് ക്യാൻ സൈൻ ഓൺ ബിഹാഫ് ഓഫ് എ ഫേം ബിക്കോസ് ദേ ആർ മ്യൂച്വൽ ഏജൻറ്റ്സ്. അപ്പോൾ ഒരു പാർട്ട്ണർ എന്താണ്, ഒരു ഫേമിൻ്റെ ബിഹാഫിൽ സൈൻ ചെയ്യാൻ പറ്റും, കാരണം അവർ മ്യൂച്വൽ ഏജൻറ്റ്സ് ആണ്. വിച്ച് ഡസ് നോട്ട് കോംപ്രമൈസ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അതെന്താണ്, പാർട്ട്ണർ ഒരു ഫേമിൻ്റെ ബിഹാഫിൽ സൈൻ ചെയ്യുന്നത് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീനെ കോംപ്രമൈസ് ചെയ്യുന്നൊന്നുമില്ല. അതെന്താണ്, അവർ മ്യൂച്വൽ ഏജൻറ്റ്സ് ആണ്. സോ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് എന്ത് നമ്മളുടെ സൈനിങ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. Then last one, place and date of signature. The auditor's report must specify the location, usually the city. Like ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാലിക്കറ്റ്, എറണാകുളം, ട്രിവാൻഡ്രം. സോ അങ്ങനെ എന്താണ്, നമ്മൾ ഏത് സിറ്റിയിൽ നിന്നാണോ നമ്മൾ ഈ ഒരു നമ്മൾ ഓഡിറ്റ് ഫേം ഉള്ളത്, ആ സിറ്റി നമ്മളെന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ. വേർ ഇറ്റ് സൈൻഡ്, എവിടെ നിന്നാണോ സൈൻ ചെയ്തത് അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദ റിപ്പോർട്ട് ഡേറ്റ് കനോട്ട് ബി ഏർലിയർ ദാൻ വെൻ ദ ഓഡിറ്റർ ഹാസ് ഗ്യാതേർഡ് സഫിഷ്യൻറ്റ് എവിഡൻസ് ടു ബേസ് ദെയർ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളുടെ ഒരു ഡേറ്റ്, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഡേറ്റ് എന്താവാൻ പാടില്ല, നമ്മൾ ആ ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തത് വരെ അതിന് മുന്നേ എന്താവാൻ പാടില്ല, ഡേറ്റ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളെന്താണ്, നമ്മൾ 1/5/2023 വരെ നമ്മൾ 2023 വരെ നമ്മളെന്താണ്, നമ്മൾ ഒരു എവിഡൻസ് ഗ്യാദർ ചെയ്തു. അതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഡേറ്റ് നമുക്ക് ഇടാൻ പാടുള്ളൂ. ഓക്കെ, കൺഫേമിങ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് റെസ്പോൺസിബിൾ പാർട്ടീസ് ഹാവ് അക്സെപ്റ്റഡ് ദം. നമ്മൾ എന്തും കൺഫേം ചെയ്യണം, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യം, അതേമാതിരി തന്നെ റെസ്പോൺസിബിൾ പാർട്ടീസ് അത് അക്സെപ്റ്റും ചെയ്തിട്ടുള്ള കാര്യം കൂടി നമ്മളെന്താണ് കൺഫേം ചെയ്യണം. ഇതും കൂടി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റിപ്പോർട്ടിന് നമുക്ക് ഡേറ്റ് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതാണെന്ത് നമ്മളുടെ എലമെൻറ്റ്സ്, നമ്മളുടെ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, so legal and regulatory requirements. If the law requires a specific format or wordings for the auditor's report, the report must still include the essential elements such as title, addressee, and an opinion section that express the auditor's opinion on the financial statement alongside the applicable financial reporting framework. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ ഓഡിറ്റേഴ്സും സ്റ്റാൻഡേർഡായ രീതിയിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമ്മളെന്താണ് അതിൻ്റെ ഓരോ എലമെൻറ്റ്സുകൾ, എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വരേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു നിയമം പറയാണ്, നമ്മളുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് ഇന്ന ഫോർമാറ്റിലും അതേമാതിരി തന്നെ ഈ രീതിയിലുള്ള വേർഡിങ്സുമാണ് അതിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്ത് വേണം, ടൈറ്റിൽ വേണം, അഡ്രസ്സി വേണം, അതേമാതിരി തന്നെ ഒപ്പീനിയൻ സെക്ഷൻ, ഇതേമാതിരിയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് അപ്പോഴും നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണം. ഓക്കെ, സോ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റിൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ വേണ്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല എലമെൻറ്റ്സും അതിൽ വരും. എസെൻഷ്യൽ ആയിട്ടുള്ള പല എലമെൻറ്റ്സ് വരും. നമ്മൾ പറഞ്ഞു എന്തൊക്കെ, ഒന്ന് ടൈറ്റിൽ, ഒന്ന് അഡ്രസ്സ്, പിന്നെ ഒപ്പീനിയൻ സെക്ഷൻ, ഇതെന്തായാലും വരണം. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒപ്പീനിയൻ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടുള്ളത്. കാരണം ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഓഡിറ്റേഴ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ഓഫ് SA 570 ഏതാണ്, ഗോയിങ് കൺസേൺ അസംഷൻ, ദെൻ ബേസിസ് ഫോർ ക്വാളിഫൈഡ് ഓർ
അഡ്വേഴ്സ് ഒപ്പീനിയൻ. അപ്പോൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ്റെയോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ്റെയോ ബേസിസ് അത് നമ്മൾ കൊടുക്കണം. ദെൻ അഡീഷണൽ ഇൻഫോർമേഷൻ റിക്വയർമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദെൻ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, ദെൻ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നമുക്ക് വരുന്ന കണ്ടൻറ്റുകൾ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ടൈറ്റിലാണ്. The title of a financial statement is essential as it provides the first impression of the document. അപ്പോൾ എന്താണ് ടൈറ്റിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ എന്തിനാണോ ആ ഡോക്യുമെൻ്റ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഒരു ടൈറ്റിൽ. ഇറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ദ നെയിം ഓഫ് ദ എൻറ്റിറ്റി ബീങ് റിപ്പോർട്ടഡ് ഓൺ ആൻഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സച്ച് ആസ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ എന്താണ് അതിനെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ടെന്നും അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എന്നുള്ള ടൈറ്റിൽ നമ്മൾ കൊടുക്കാനാണ് അത് യൂസ് ചെയ്യുക. ടിപ്പിക്കലി ആ എൻറ്റിറ്റി നെയിം നമ്മളതിൽ യൂസ് ചെയ്യും. ആൻഡ് ദ പീരീഡ് കവേർഡ് ബൈ ദ റിപ്പോർട്ട്, ആ ഏത് പീരീഡാണ് എന്ന് വെച്ചാൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെ, ജൂൺ മുതൽ ജൂലൈ വരെ, അങ്ങനത്തെ ഒരു പീരീഡും ഏത് പീരീഡാണ് ആ ഒരു റിപ്പോർട്ട് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആ ഒരു ടൈറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യും. എ ക്ലിയർ ആൻഡ് കോൺസൈസ് ടൈറ്റിൽ ഹെൽപ്സ് റീഡേഴ്സ് ക്വിക്ക്ലി അണ്ടർസ്റ്റാൻഡ് ദ ഡോക്യുമെൻറ്റ്സ് പർപ്പസ്. അപ്പോൾ ഒരു ക്ലിയറും കോൺസൈസ് ആയിട്ടുള്ളൊരു എന്താണ് ടൈറ്റിൽ എന്താണ് ആ ഒരു റിപ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എന്തിനാണ് ആ റിപ്പോർട്ടുള്ളത് അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈറ്റിലിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ. എന്തിനാണ് നമ്മൾ ടൈറ്റിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ അഡ്രസ്സ് ചെയ്യാണ്. അഡ്രസ്സി നമ്മൾ പറഞ്ഞു ദ അഡ്രസ്സി സെക്ഷൻ ഐഡൻറ്റിഫൈസ് ദ ഇൻറ്റൻറ്റഡ് റെസിപ്പിയൻ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെസിപ്പിയൻ്റ് ആണെന്ന് വെച്ചാൽ ആർക്കാണോ നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കുന്നത് അയാൾ. ദിസ് കുഡ് വേരി ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് കോണ്ടെക്സ്റ്റിൻ്റെ ബേസിൽ എന്താണ് ഇത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ജനറൽ പർപ്പസിനാണെങ്കിൽ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റിനും അല്ലെങ്കിൽ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫോർ ഇൻസ്റ്റൻസ് ദ അഡ്രസ്സി മേ ബി ദ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഓർ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഒന്നുകിൽ നമ്മളെന്താണ് കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിനോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ആരാണോ ഈ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിന് താല്പര്യമുള്ള ആൾക്കാർ, ഈ ഒരു കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ അവർക്ക് ആർക്കൊക്കെയാണോ ഗുണങ്ങളുണ്ടാവുക ആർക്കൊക്കെയാണോ ദോഷങ്ങളുണ്ടാവുക എന്നുള്ള കാര്യം അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു അഡ്രസ്സിനെ നമ്മൾ തീരുമാനിക്കുക. ഇൻക്ലൂഡ് ദ അപ്രോപ്രിയേറ്റ് അഡ്രസ്സി എൻഷ്യൂർ ദാറ്റ് ദ റിപ്പോർട്ട് ഈസ് പേഴ്സണലൈസ്ഡ് ആൻഡ് റിലവൻറ്റ് ടു ദ ഓഡിയൻസ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡ്രസ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളെ റിപ്പോർട്ടിൽ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അത് അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിക്കാണ് എന്നുള്ള നമ്മൾ കാര്യം ഉറപ്പുവരുത്തണം. എന്തിനാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ റിപ്പോർട്ട് പേഴ്സണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ആരാണോ ആ റിപ്പോർട്ട് വായിക്കാൻ പോകുന്നത് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വേണം നമ്മൾ ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. ആൻഡ് റിലവൻറ്റ് ടു ദ ഓഡിയൻസ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ. ആർക്കാണോ റിപ്പോർട്ട് ഓഡിയൻസ് അതേമാതിരി തന്നെ ഒന്നുകിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർക്കൊക്കെയാണോ ആ റിപ്പോർട്ട് യൂസ്ഫുൾ ആകുന്നത് അവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു റിപ്പോർട്ടിനെ നമ്മൾ പേഴ്സണലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കീ ഓഡിറ്റ് മാറ്റേഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ ഓഡിറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിൽ തോന്നുകയാണ് എന്ത് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണെന്ന് ഓഡിറ്റിന് തോന്നുകയാണ്. സോ ആ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് ഓഡിറ്റിന് തോന്നേണ്ടത് ആർക്കാണോ നമ്മൾ ആ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് അവരുടെ വ്യക്തിൻ്റെ അവരുടെ എന്താണ് അവരുടെ പർപ്പസ് അവരെന്തിനാണോ ആ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത് അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ സിഗ്നിഫിക്കൻസ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് അഡ്രസ്സി സെക്ഷൻ. ദെൻ ഒപ്പീനിയൻ സെക്ഷനാണ്. Opinion section. The opinion section is critical as it contains the auditor's opinion regarding the financial statements, fairness and accuracy. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫെയർനെസ്സിനെയും ആക്യുറസിനെയും കുറിച്ചിട്ട് ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ എന്താണ് ഈ ഒപ്പീനിയൻ സെക്ഷനിലാണ് ഉണ്ടാവുക. This section will explicitly state whether the financial statement presents a true and fair view of the entity's financial position in accordance with the applicable financial reporting framework such as ഒന്നുകിൽ ഗ്യാപ്പ് അല്ലെങ്കിൽ എന്താണ് IFRS. അപ്പോൾ IFRS പ്രകാരം അല്ലെങ്കിൽ ഗ്യാപ്പ് പ്രകാരം എന്ന് വെച്ചാൽ ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം എന്താണ്
ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ തരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയനാണ് ഈ ഒരു ഒപ്പീനിയൻ സെക്ഷനിൽ ഉണ്ടാവുക. The opinion is crucial for stakeholders as it provides assurance on the reliability of the financial information presented. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ റിലയബിലിറ്റി എന്താണ്, അതിൻ്റെ ഒരു അഷുറൻസ് ആണ് ഈ ഒരു ഒപ്പീനിയനിൽ ഉണ്ടാവുക. കാരണം ഓഡിറ്റർ ഒരു എക്സ്പേർട്ട് പേഴ്സൺ ആണ്. സോ ഓഡിറ്റർ എന്താണ്, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിലയബിലിറ്റിൻ്റെ ഒരു അഷുറൻസ് എന്താണ് ഈ ഒരു ഒപ്പീനിയൻ പ്രകാരമാണ് ഓഡിറ്റർ കൊടുക്കുക. സോ ഈ ഒരു ഒപ്പീനിയൻ വായിച്ചിട്ടാണ് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം ഈ യൂസേഴ്സ് തീരുമാനിക്കേണ്ടത്. ഇറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ് എനി റിസർവേഷൻ or qualifications the auditor has regarding the financial statement which can impact the user's understanding of the entity's financial health. അപ്പോൾ എന്താണ് അതിലൊരു റിസർവേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും എന്തിൽ, ഈ ഒരു ഒപ്പീനിയനിൽ, ഓഡിറ്റർ കൊടുക്കുന്ന ഒപ്പീനിയനിൽ. അതെന്താണ്, അതൊരു എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഈ യൂസേഴ്സിന് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ ഈ ഒരു സെക്ഷൻ വന്നുകൊണ്ട് പറഞ്ഞത് മാത്രം. ദെൻ അടുത്തെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. The auditors identify the financial statements that have been audited. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്, അങ്ങനെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും, അത് അവിടെ മെൻഷൻ ചെയ്യും. ദെൻ അടുത്തത് ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്മെൻറ്റ്. The auditor states their independence from the entities line with ethical requirements and confirm they have met all ethical responsibility as per the Code of Ethics issued by ICA. അപ്പോൾ എന്താണ് ഓഡിറ്റർ എന്താ പറയുക, എൻറ്റിറ്റിയിൽ നിന്നും ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം ഓഡിറ്റർ പറയും. അതേമാതിരി തന്നെ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, എല്ലാ എത്തിക്കൽ റിക്വയർമെൻറ്റ്സും ഓഡിറ്റർ ഫോളോ ചെയ്തിട്ടുണ്ട്. ആൻഡ് കൺഫേം ദേ ഹാവ് മെറ്റ് ഓൾ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് പെർ കോഡ് ഓഫ് എത്തിക്സ് ഇഷ്യൂഡ് ബൈ ICA. ICA ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസും ഓഡിറ്റർ എന്താണ് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്താണ് അവിടെ മെൻഷൻ ചെയ്യും, ഈ ഒരു സ്ഥലത്ത് ഏരിയയിൽ മെൻഷൻ ചെയ്യും. ദെൻ അടുത്ത വെച്ചാൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഓഫ് SA 570. SA 570 എന്താണ്, ഗോയിങ് കൺസേൺ. ഇഫ് അപ്ലിക്കബിൾ ദ റിപ്പോർട്ട് മസ്റ്റ് അഡ്രസ് ആൻഡ് അലൈൻ വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് SA 570. അപ്പോൾ ഈ ഒരു ഇത് അപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ നമ്മളാണ് ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് അല്ല, ഇനി അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷേ എന്താണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ, അത് അപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, SA 570 പ്രകാരം നമ്മളത് അഡ്രസ്സ് ചെയ്യണം നമ്മുടെ റിപ്പോർട്ടിൽ. ദെൻ ബേസിക് ഫോർ ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് ഒപ്പീനിയൻ. അപ്പോൾ ഒരു അഡ്വേഴ്സ് ഒപ്പീനിയൻ ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയനോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിസ് ഇഫ് നെസസറി എ സെക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് that explains the basis for qualified or adverse opinion in accordance with SA 570. അപ്പോൾ SA 570 പ്രകാരം, SA 570 എന്താണ്, ഗോയിങ് കൺസേൺ ആണ്. SA ഗോയിങ് കൺസേൺ പ്രകാരം എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാറുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് നമ്മൾ എന്താണ് SA 570 പ്രകാരം റിപ്പോർട്ട് നമ്മൾ കൊടുത്തു. ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ് ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ ആഡിക്കേറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊടുക്കും. സോ അതിൻ്റെ ബേസിസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. സോ ബേസിസ് ഫോർ ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് ഒപ്പീനിയൻ. Then additional information requirements. If applicable, the report must contain the information required by SA 701 എന്ന് വെച്ചാൽ key audit matters or other legally prescribed information, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലീഗലി പ്രിസ്ക്രൈബ് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ടിൽ ആഡ് ചെയ്യണം. അലൈൻ വിത്ത് SA 701's റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. എന്താണ് നമ്മൾ SA 701 ഒരു കീ ഓഡിറ്റ് മാറ്ററാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു ലീഗൽ പ്രിസ്ക്രൈബ് ചെയ്താലും അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ അത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പോലും SA 701 പ്രകാരമാണ് നമ്മൾ കീ ഓഡിറ്റ് മാറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി. A description of management's responsibilities for preparing the financial statement and identifying those overseeing the financial reporting process is required. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്, പ്രൈമറി റെസ്പോൺസിബിലിറ്റി വെച്ചാൽ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അതേമാതിരി തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ആരാണോ ഓവർസീ ചെയ്യുന്നത് ആ കാര്യം കൂടി ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതും കൂടി എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ഓഡിറ്റർ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഈ സിറ്റുവേഷൻസൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രകാരം നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ വേർഡിങ്സൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, അതിൻ്റെ ഒരു സമ്മറി മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും ഇത് മാത്രമേ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. സ്റ്റഡി മെറ്റീരിയൽ കുറഞ്ഞോ കൂടിയോ ഒന്നും ഞാൻ പറയുന്നില്ല. അതിലെ കണ്ടൻറ്റുകൾ സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് മാത്രം. പക്ഷേ അതിലെന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യലില്ല എന്തായാലും. ദെൻ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റിയാണ്.
The report must reference to the standards on auditing and describes the auditor's responsibilities as per these standards, ensuring consistency with the requirement. അപ്പോൾ എന്താണ് നമ്മൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ SAs ആണോ ഫോളോ ചെയ്തത് എന്ന കാര്യം റിഫർ ചെയ്യണം. അതേമാതിരി തന്നെ ഈ ഓരോ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യണം, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കണം റിപ്പോർട്ടിൽ. ദെൻ ഈ ഒരു റിക്വയർമെൻറ്റ് SA പറയുന്ന റിക്വയർമെൻറ്റ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തുള്ള കാര്യം അത് എൻഷുറും ചെയ്യണം. സോ ദെൻ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്. The report must include auditor signature, the place of signature and the date of the auditor's report. അപ്പോൾ എന്തൊക്കെ വേണം? ഓഡിറ്റർ സിഗ്നേച്ചർ വേണം, ആ സിഗ്നേച്ചറിൻ്റെ പ്ലേസ് ആൻഡ് ദ ഡേറ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഏത് ഡേറ്റിലാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട്സ് മസ്റ്റ് കംപ്ലൈ വിത്ത് സിഗ്നേച്ചർ റിക്വയർമെൻറ്റ് ആസ് പെർ ലോ, റെഗുലേഷൻ ആൻഡ് ICA അനൗൺസ്മെൻറ്റ്, ഇൻക്ലൂഡിംഗ് ദ മെൻഷൻ ഓഫ് UDIN വിച്ച് ഈസ് മാൻഡേറ്ററി ഫ്രം 1 ജൂലൈ 2019. അപ്പോൾ എന്താണ് CAക്കാർ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ത് കംപ്ലൈ ചെയ്യണം? സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ് ലോ ആൻഡ് റെഗുലേഷൻ പ്രകാരം അതേപോലെ തന്നെ ICA അനൗൺസ്മെൻറ്റ് പ്രകാരം വേണം എന്ത് ചെയ്യണം, സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഭാഗമാണെന്ത് ഈ UDIN യുണീക്ക് ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അത് നമ്മൾ 2019 മുതൽ നമ്മുടെ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലായാലും ഏത് ഡോക്യുമെൻറ്റ് കൊടുക്കുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഇൻറ്റേർണൽ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിലും ഏതൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ UDIN നമ്പർ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ICAൻ്റെ സൈറ്റൊക്കെ ഉണ്ട്. സോ അത് പ്രകാരം നമ്മൾ UDIN നമ്പർ എന്നാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ആ റിക്വയർമെൻറ്റ് അതൊക്കെ ലോ, റെഗുലേഷൻ ആൻഡ് ICA അനൗൺസ്മെൻറ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളൊരു സിഗ്നേച്ചർ ഈ രീതിയിൽ വേണം, ഈ ഒരു ലോ, റെഗുലേഷൻ അല്ലെങ്കിൽ ICA അനൗൺസ്മെൻറ്റ് പ്രകാരം വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ UDIൻ്റെ ഡേറ്റ് മറക്കണ്ട, 1 ജൂലൈ 2019. ഇത് ജസ്റ്റ് എപ്പോഴെങ്കിലും സിറ്റുവേഷനിൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡേറ്റ് ആണ് 1 ജൂലൈ 2019. സോ ഇത്രയും കാര്യങ്ങളാണെന്ത് നമ്മളൊരു ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റിൽ നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതായി വരികയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റ്സും വേർഡിങ്സും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതുള്ള കാര്യം. സോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് നമ്മൾ മറ്റേ ടോപ്പിക് കഴിഞ്ഞു. നമ്മളെന്താണ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രകാരം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് മേക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ വേർഡിങ്സും ആ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഫോർ ഓഡിറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് അത് മെൻഷൻ ചെയ്യേണ്ടത്. സോ ഇഫ് എൻ ഓഡിറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ബോത്ത് ICA സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കംപ്ലൈ ചെയ്യാണ്ട്, അതേമാതിരി തന്നെ ICA സ്റ്റാൻഡേർഡ്സ് നമുക്ക് കംപ്ലൈ ചെയ്യാണ്ട് ഒരു ഓഡിറ്ററിന്. ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്താണെന്ന് വെച്ചാൽ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ക്യാൻ റിഫർ ബോത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് ഈ രണ്ട് സ്റ്റാൻഡേർഡ്സും റിഫർ ചെയ്യണം. പ്രൊവൈഡ് ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ് ദാറ്റ് കുഡ് ചേഞ്ച് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഓർ റിക്വയർഡ് പാരഗ്രാഫ്. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡേർഡ്സും തമ്മിൽ ICA പ്രകാരമുള്ള സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ ഇൻ്റർനാഷണൽ പ്രകാരം ഉള്ള സ്റ്റാൻഡേർഡ്സും തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഓഡിറ്റർ പറയണം. അതേമാതിരി തന്നെ അത് കാരണം എന്താണ് ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ള കാര്യം ഓഡിറ്റർ റിഫർ ചെയ്യണം. ഓക്കെ, ഈ രണ്ട് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റർ എന്താണ് അതിനെക്കുറിച്ചുള്ള റിഫറൻസും ഓഡിറ്റർ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കേണ്ടതാണ്. ദെൻ ഐഡൻറ്റിഫൈയിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. The report must clearly identify the standards on auditing being used, including the jurisdiction of any other standard mentioned. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓഡിറ്റിന് വേണ്ടി ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റാൻഡേർഡ്സൊക്കെ ക്ലിയർ ആയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളൊക്കെ ആ ക്ലിയർ എല്ലാ സ്റ്റാൻഡേർഡ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും ഓഡിറ്ററാണ് ക്ലിയർ ആയിട്ട് അതിൽ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇൻക്ലൂഡിങ് ദ ജുറിസ്ഡിക്ഷൻസ് ഓഫ് എനി അതർ സ്റ്റാൻഡേർഡ്സ് മെൻഷൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വേറെ സ്റ്റാൻഡേർഡ്സ് ICA സ്റ്റാൻഡേർഡ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജുറിസ്ഡിക്ഷൻസും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. So supplementary information with the financial statement. If supplementary information is not integral to the audited financial statement, അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഈ ഒരു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ എന്താണ്, ഇൻ്റഗ്രൽ അല്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെയിൽസിൻ്റെ വോളിയം നമ്മൾ കൊടുക്കുന്നുണ്ട്. സെയിൽസിൻ്റെ വോളിയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മൾ 50 ലക്ഷം എമൗണ്ട് വാല്യൂ ഉള്ള സെയിൽസാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതാണ് നമ്മൾ എന്തുണ്ടാവുക, നമ്മുടെ P&L എന്താണ് നമ്മൾ വാല്യൂ ഉണ്ടാവുള്ളൂ.
നമ്മൾ വേറൊരു സപ്ലിമെൻ്ററി ഇൻഫർമേഷനായിട്ട് നമ്മൾ വേറെ ഒന്നുകൂടി മാനേജ്മെൻറ്റ് എന്നുകൂടി കൊടുത്തു വെച്ചാൽ എത്ര നമ്പേഴ്സ് ഓഫ് യൂണിറ്റ്സ് ആണ് വിറ്റത് എന്നുള്ള കാര്യം കൂടി മാനേജ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, സോ ഈ ഒരു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ എന്താണ്? ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് ഇൻ്റഗ്രൽ അല്ല. അങ്ങനെയാണെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് ഇവാലുവേറ്റ് ഇറ്റ്സ് പ്രസൻറ്റേഷൻ ടു എൻഷുർ ഇറ്റ് ഈസ് ക്ലിയർലി ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം എന്ത്? ഈ ഒരു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഇഫ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ പ്രസൻറ്റേഷൻ വെൻ റിക്വസ്റ്റഡ്. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കി? ഇത് ശരിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല, ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓഡിറ്ററിന് മനസ്സിലായി. ആ സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ മാനേജ്മെൻറ്റോട് പറയണം ഈ ഡിസ്റ്റിങ്വിഷ് അത് രണ്ടും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ഓഡിറ്റർ മാനേജ്മെൻറ്റോട് പറഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എന്തില്ല, അത് ചെയ്തില്ല. മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ പ്രസൻറ്റേഷൻ വെൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ മാനേജ്മെൻറ്റ് അത് പ്രസൻറ്റേഷൻ മാറ്റിയില്ല. ദ ഓഡിറ്റർ മസ്റ്റ് ഐഡൻറ്റിഫൈ ദിസ് ഇൻഫർമേഷൻ ആൻഡ് ക്ലാരിഫൈ ഇൻ ദ റിപ്പോർട്ട് ദാറ്റ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഓഡിറ്റഡ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഈ ഒരു ഇൻഫർമേഷൻ ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓഡിറ്റർ അത് ക്ലിയർ ആയിട്ട് റിപ്പോർട്ടിൽ പറയണം. ഈ ഒരു ഭാഗം എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണ് വിറ്റത് അങ്ങനെയുള്ള സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. സോ ഫസ്റ്റ് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻസ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻ്റഗ്രൽ ഭാഗമാണോ എന്ന കാര്യം ഓഡിറ്റർ നോക്കണം. അതാണ് ഫസ്റ്റ് ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം അങ്ങനെ അല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? അത് ക്ലിയർ ആയിട്ട് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടോ, മാനേജ്മെൻറ്റ് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ചെയ്യാൻ പറയണം. ഇനി ആ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഈ ഒരു ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഈ ഒരു ഇൻഫർമേഷൻ ഓഡിറ്റർ എന്ത് ചെയ്തിട്ടില്ല? ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അവിടെ പറയണം. Then if supplementary information is integral, അത് ഇൻ്റഗ്രൽ ആണ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഓഡിറ്റർ ഒപ്പീനിയൻ വിൽ കവർ ഇറ്റ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ആണെങ്കിൽ എന്താണ്? ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ അതും കൂടി ചേർത്തിട്ട് വേണം പറയാൻ. നമ്മൾ ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ എങ്കിൽ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഈ ഒരു ഇൻഫർമേഷനും കൂടി കവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. An additional profit and loss account included as a separate schedule may be considered as a supplementary information that is clear from the financial statement. അപ്പോൾ ഒരു അഡീഷണൽ P&L നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, എ സെപ്പറേറ്റ് ഷെഡ്യൂൾ. സോ അഡീഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻക്ലൂഡഡ് ആസ് എ സെപ്പറേറ്റ് ഷെഡ്യൂൾ. ഒരു സെപ്പറേറ്റ് ഷെഡ്യൂളായിട്ട് നമ്മുടെ P&L നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷെഡ്യൂൾ സെപ്പറേറ്റ് ഷെഡ്യൂളായിട്ട് നമ്മളൊരു അഡീഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. നമ്മുടെ ബ്രാഞ്ചിൻ്റെയോ വാട്ടെവർ അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ഒരു P&L നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. മേ ബി കൺസിഡർഡ് ആസ് എ സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. അതെന്താണ്? ഒരു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ക്ലിയർ ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതെന്താണ്? നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് ക്ലിയർ ആണ്, കാരണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻ്റഗ്രൽ ഭാഗമാണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് നോട്ട്സ് ദാറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് റീകൺസൈൽ കംപ്ലയൻസ് വിത്ത് ദ അനദർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് മേ നോട്ട് ബി ക്ലിയർലി ഡിസ്റ്റിങ്വിഷബിൾ ആൻഡ് വുഡ് കവേർഡ് ബൈ ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. ഇപ്പോൾ നമ്മളെന്താണ് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നോട്ട് ഉണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു റീകൺസിലേഷനാണ് ആ നോട്ട്. എന്തിന്? കംപ്ലയൻസ് വിത്ത് അനദർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ നമ്മൾ 2 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കംപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ 2 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കംപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്യാപ്പും ഒന്ന് IFRS. ഈ 2 FRF നമ്മൾ കംപ്ലൈ ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2ൻ്റെയും ഒരു റീകൺസിലേഷൻ അങ്ങനെയുള്ളൊരു നോട്ട് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. സോ ഇതെന്താണ്? ഇത് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. മേ നോട്ട് ബി ക്ലിയർലി ഡിസ്റ്റിങ്വിഷബിൾ. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. സോ അതെന്ത് ചെയ്യണം? അത് ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിൽ അത് കവർ ചെയ്യണം ഈ ഒരു ടോപ്പിക്ക്, ഇങ്ങനത്തെ ടോപ്പിക്കുകൾ. സോ നോട്ട് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റീകൺസൈൽ കംപ്ലയൻസ് വിത്ത് അനദർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് മേ നോട്ട് ബി ക്ലിയർലി ഡിസ്റ്റിങ്വിഷബിൾ. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ വുഡ് ബി കവേർഡ് ബൈ ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിൽ അത് കവർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതാണ് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ 7 ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കി. SA 700 ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നമുക്ക് 701 നമുക്ക് കവർ ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു 700 നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ചോദിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു അടുത്തതായിട്ട് തരുന്നതാണ്.
എന്നുവെച്ചാൽ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇതല്ല ആ ഒരു ലിങ്ക് തന്നിട്ട് നിങ്ങൾക്കത് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ഓക്കെ, താങ്ക് യു.